ഇന്നും നീറയ്ക്കും പാനപാത്രമുണ്ടെന്നും ഇന്നു വരെയും അതു കുറഞ്ഞിട്ടില്ല. ദാഹം തീർക്കുന്ന ജീവനദിയുണ്ടെന്നും ഒരു നാളും വറ്റിപ്പോകില്ല. ദാഹം തീർക്കുന്ന ജീവനദിയുണ്ടെന്നും ഒരു നാളും വറ്റിപ്പോകില്ല. താൻ വാഴ്കയാ സാന്നിധ്യം ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നു. ദൈവിക സാന്നിധ്യം, ദൈവിക ഹല്ലേലൂയ സ്പർശനം ഹല്ലേലൂയ കൊതിക്കുന്നവർ ഒരു ദാഹത്തോടെ ഒരു വാഞ്ചയോടെ ആ ദൈവസന്നിധിയിൽ ഒന്ന് താഴ്ന്ന് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൂതന്മാരോട് ചേർന്ന് ഹല്ലേലൂയ പാടിയാട്ടെ. ജീവനുള്ള നാളുകളെല്ലാം അങ്ങേ സ്തുതിച്ചു പാടിയിടുമേ. എന്റെ ജീവനുള്ള നാളുകളെല്ലാം അങ്ങേ സ്തുതിച്ചു പാടിയിടുമേ. നാഥാ നീ ചെയ്ത നന്മകളെ എന്നും സ്തുതിച്ചിടുമേ. ഓ നാഥാ നീ ചെയ്ത നന്മകളെ എന്നും സ്തുതിച്ചി. നാഥാ നീ ചെയ്ത ആരാധന
നിത്യ സ്നേഹത്തിൻ ആഴമിത് വർണ്ണിപ്പനാവിനാൽ അവതില്ലേ എത്രയോ ശ്രേഷ്ഠമാം നിൻ കരുതൽ എന്നെന്നും ഓർത്തിടും നിൻ കൃപയാ ദൈവത്തിൻ സ്നേഹത്തിൻ ആഴമിത് വർണ്ണിപ്പനാവിനാൽ അവതില്ലേ എത്രയോ ശ്രേഷ്ഠമാം എന്നെന്നും ഓർത്തിടും കൃപയാ 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 നിത്യ സ്നേഹിച്ച സ്നേഹമേ കൃപയാ 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 എന്നിൽ പകർന്നൊരു ശക്തിയാ കൃപയാ കൃപയാ ഒരിക്കലും കൃപയാ 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 എന്നിൽ പകർന്നൊരു ശക്തി കൃപയാ 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 നിത്യ സ്നേഹിച്ച സ്നേഹം കൃപയാ 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 എന്നിൽ പകർന്നൊരു ശക്തിയാ ആയിരം ആയിരം നന്മകളാം പ്രാപിച്ച നാളുകൾ ഓർത്തിടുമ്പോ ആയിരം ആയിരം പ്രാപിച്ച നാളുകൾ സാരമില്ലീ ക്ലേശം മാറിടുമേ സാരമില്ലീ ക്ലേശം മാറിടുമേ നാഥനവനെന്നും കൂടെയുണ്ട് കൃപയാ കൃപയാ ശാന്താനോടാരെ നീ പരമോനെ നീ പരമോനെ ശാന്തോനിക്കായ ശാരിബോനെ നീ പരമോനെ നീ പരമോനെ നീ പരമോനെ നീ പരമോനെ അബ്ദാനാരിബോനെ ശാരിബോനെ ശാരബോനെ കൃപയാ 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 നീ പരമോനെ യെസ് ആ സ്നേഹത്തിന്റെ പകരം കൊടുക്കുവാൻ അപ്പാ യേശുവേ സ്തോത്രമല്ലാതെ മറ്റൊന്നുമില്ല യേശുവേ ഞാൻ ഏൽപ്പിക്കുന്നപ്പാ പൂർണ്ണ മനസ്സോടെ ഏൽപ്പിക്കുന്നപ്പാ പൂർണ്ണ ഹൃദയത്തോടെ ആത്മാർത്ഥമായി ഓരാതോരെ റിബാനം പോരാലോ കൃപയാ കൃപയാ റിബാനം ശിരേ റിബാനം പോരാമോ നിരന്തരം ഉണമനം പോരാമോ അബ്ദാനെ റിബാനശേ ഓരാമോ റിബാനമുനെ ഓരകനാരകനാരേ റിബാനമോ അബ്ദാനാരേ ഓരശാരമോ റിബേ ഓരകനാരകനാരേ ഓരകനാരകനാരേ ഓരോ ഓരോനെ ഓരോ റിബാനശേ റമോ ഓരകനാരേ ഓരകനാരേ റിബേ ഓരശാരമോ റിബേ ഓരമനാ ദാന 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 ഓശാരികാനമോ റിബാന ദോരിബേ ഓരമനാ ശാന മമ ഓ ശാനമേ ഓ ശാനമോ റിബാനമോ മമ റംശമോനിയ തോലമനാസിയ റികാന മമ റംശദാനഗസ്യ റിബാന ദനാസിയ തോലെ റംശമോനിയ തോലമനാസിയ ഓ നിന്നെ നിന്ദിച്ചവന് മുൻപിൽ ഹല്ലേലൂയ യെസ് നിന്നെ നിന്ദിച്ചവന് മുൻപിൽ നീ ഹല്ലേലൂയ എന്റെ യേശു എനിക്ക് വലുത് ചെയ്തു എന്ന് പറയുവാൻ ഓ യെസ് ഒരുക്കമുള്ളവർ സ്വീകരിച്ചോ റംശമോനിയ തോലമനാസിയ യെസ് ഹല്ലേലൂയ നീ കാണാമ ഇന്ന് കരഞ്ഞുകൊണ്ട് ഭവനത്തിൽ നീ ഇറങ്ങിയെങ്കിൽ നൃത്തത്തോടെ നിന്റെ കണ്ണു തിന്ന് ഹല്ലേലൂയ നൃത്തമാക്കുന്ന യേശു നിന്റെ കൂടെ മടങ്ങി ഭവനത്തിൽ വന്നിരിക്കും ഓ രാമന ശാന്തന മമ ഏൽപ്പിച്ചു കൊടുത്തോ യെസ് ദൈവ സാന്നിധ്യത്തെ മുറുകെ പിടിച്ചോ നീ കാണാമ സഹായകൻ നിന്റെ കൂടെയുണ്ട് നീ കരയുവാൻ വിളിക്കപ്പെട്ടവളല്ല ഓ ജീസസ് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ വിളിക്കപ്പെട്ട ദൈവജനം നിന്നെ തടയുവാൻ ഒരു ശക്തിക്ക് സാധിക്കത്തില്ല നിന്റെ കൺമുൻപിൽ ഹല്ലേലൂയ. പറയാൻ മടിച്ചാലും ഞാൻ ഈ പുസ്തകത്തിനകത്ത് കൈവച്ച് പറയാം. ഈ സൂമിനകത്ത് ഞാൻ ഒത്തിരി വേദന അനുഭവിച്ചിട്ടുണ്ട്,
ഒത്തിരി കണ്ണുനീര് കുടിച്ചിട്ടുണ്ട്. പല ദിവസങ്ങൾ ഉറങ്ങാതെ ഇരുന്നിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ? സൂമിൽ ഏൽപ്പിച്ച ചിലവർ എനിക്ക് മുട്ടൻ പണി തന്നിട്ടുണ്ട്. പക്ഷേ തോമസ് കുട്ടിയർ എന്ന് ഈ സൂം ഏറ്റെടുത്തോ അന്ന് മുതൽ ആ ഭാരം എനിക്കില്ല. ഹല്ലേലൂയ. ഒന്ന് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ടെന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഈ അഭിഷേകത്തിന് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ആ കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്. കാരണം സൂം ലീഡ് ചെയ്തവർ അവരുടേതാക്കി സൂം മാറ്റിയിട്ടുണ്ട്. പേഴ്സണൽ നമ്പർ കൊടുത്തു, പേഴ്സണലായി അക്കൗണ്ട് നമ്പർ കൊടുത്തു, പേഴ്സണലായി സൂം മീറ്റിംഗ് തുടങ്ങി. ഒന്ന് കര ഉയർത്തിപ്പിടിച്ചു. പക്ഷേ ഈ അഭിഷേകത്തിനെ കുറിച്ച് എനിക്കൊന്ന് പറയാനുണ്ട്. എൻ്റെ രക്തബന്ധങ്ങളെക്കാൾ അധികമായി ഒന്ന് കര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം. ദൈവസഭയെ സാക്ഷി നിർത്തി, സ്വർഗത്തെ സാക്ഷി നിർത്തി, അങ്ങനെ ദാസനെയും കുടുംബത്തെയും ഞങ്ങൾ സഭയായി അനുഗ്രഹിക്കുന്നു. ഇതിന് സ്വർഗം പ്രതിഫലം വയ്ക്കും, ഇതിന് ദൈവം മാനിക്കും. കർത്താവിന്റെ കരവിനകത്ത് ഞങ്ങൾ ഈ കൊല്ല സഭയിൽ നിന്ന് പറയുന്നു, അങ്ങനെ ദാസനും കുടുംബവും ഞങ്ങൾക്കൊരു അനുഗ്രഹമായിരുന്നു. എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഒരിക്കൽ കൂടെ ആ വരികളൊന്ന് പാടാൻ പറ്റുമെങ്കിൽ പാടുക. കൃപയാൽ എന്നെ ഉയർത്തി നീ, വാതിലുകൾ മുന്നിൽ തുറന്നു നീ. കൃപയാൽ എന്നെ ഉയർത്തി നീ, വാതിലുകൾ മുന്നിൽ തുറന്നു നീ. കൃപയാൽ എന്നെ ഉയർത്തി നീ, വാതിലുകൾ മുന്നിൽ തുറന്നു നീ. വീണിടമല്ല തല ഉയർത്തി നീ, വീണിടമല്ല തല ഉയർത്തി നീ. അത്ഭുതമേ, ആശ്ചര്യമേ, അതിശയമേ, നിൻ കരുതൽ. അത്ഭുതമേ, ആശ്ചര്യമേ. അപ്പാ, ഞങ്ങൾ നിറഞ്ഞ ഹൃദയത്തോടെ നന്ദി പറയുന്നു. ഞങ്ങളുടെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം, ഞങ്ങളുടെ കരുതലിനായി സ്തോത്രം, ഞങ്ങളുടെ സ്നേഹത്തിനായി സ്തോത്രം. ആശ്ചര്യമേ, അതിശയമേ, നിൻ കരുതൽ. ആമേൻ. സന്തോഷമുള്ളവർ ഒരിക്കൽ കൂടെ ഒന്ന് കര ഉയർത്തിപ്പിടിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് സ്വസ്ഥാനങ്ങളിലേക്ക് ഇരിക്കാം. ഈ മിനിറ്റിൽ ഹല്ലേലൂയ ആർക്കെങ്കിലും ഹല്ലേലൂയ ഒരു വാക്ക് നന്ദി പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേഗത്തിൽ ഓരോ മിനിറ്റുകൾ സംസാരിക്കുക. ഹല്ലേലൂയ. അതാ ദൈവദാസനും കുടുംബത്തിനും ഒരു എൻകറേജ്മെന്റ് ആയി തീരും. ഹല്ലേലൂയ. ഒരു ഉത്സാഹമായി തീരും. ഒന്ന് കര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് വേഗത്തിൽ ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പാസ്റ്റർ സൂമിൽ വരുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമാണ്. കാരണം ഒരു അപ്പനെ പോലെ ഹല്ലേലൂയ, സ്തോത്ര, ഹല്ലേലൂയ, എല്ലാവരെയും കരുതിക്കൊണ്ട് ഒരാൾ സാക്ഷ്യം പറഞ്ഞാൽ ആരെയും താഴ്ത്താതെ എല്ലാവർക്കും ഒരേ സ്ഥാനം കൊടുത്തുകൊണ്ട് അവരെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലാണ് ആ സാക്ഷികളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. ഹല്ലേലൂയ. അതുമാത്രമല്ല, ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും, ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ അങ്ങ് സ്പർശിക്കുന്ന രീതിയിൽ ആത്മീയത്തിൻ്റെ ആഴങ്ങളിലേക്കും ആ വിശുദ്ധിയുടെ ആഴങ്ങളിലേക്കും നിത്യതയുടെ ആഴങ്ങളിലേക്ക് നമ്മെ പിടിച്ചു കൊണ്ടുപോകുന്ന തലത്തിലാണ് ചില പാട്ടുകൾ, ചില മെസ്സേജുകൾ തരുന്നത്. എന്നിട്ട് എപ്പോഴും ലക്ഷ്യം ആ നിത്യത, ആ വിശുദ്ധിയോടെ നിങ്ങൾ ജീവിക്കണം. ആ ആത്മീയതയുടെ ആദ്യ പാഠങ്ങൾ നമ്മെ പഠിപ്പിച്ചു തരുന്ന നിലയിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഈ സൂമ റോയ് പാസിന് ഒത്തിരി അനുഗ്രഹമാണ്. എല്ലാവരെയും ചേർത്ത് പിടിക്കുവാനും പ്രാർത്ഥിക്കുവാനും പഴയ നല്ല പാട്ടുകൾ, നല്ല ആ ലിറിക്സ് ആ ഈണത്തോടെ പാടുമ്പോൾ പലരും മറന്നുപോയ പല ഗാനങ്ങളും തോമസിൻ്റെ പ്രാർത്ഥന മറ്റുള്ളവരെ എല്ലാം ചേർത്ത് പിടിക്കുന്ന സൂമിന് റോയ് പാസിന് കൃപസസിന് കുടുംബത്തിന് ഒരു അനുഗ്രഹമാണ് തോമസ് ബ്രദർ. എൻ്റെ സാക്ഷ്യങ്ങളൊക്കെ സൂമിൽ പറയുന്നതാണ്. നല്ല തോമസ് ഔട്ട് ബ്രദറിനോട് എന്നെ ആകർഷിച്ച ഏറ്റവും വലിയ കാര്യം പ്രദീപ് ബ്രദർ പറഞ്ഞതുപോലെ തന്നെ പ്രിയ മാതാവിനോടുള്ള ശുശ്രൂഷ സ്നേഹമാണ്. പലരും ഹോം ഇതൊക്കെ ആക്കുമ്പോൾ പ്രിയ മാതാവിനെ അങ്ങനെ ശുശ്രൂഷിക്കുന്നതായിട്ട് എനിക്ക് വളരെയധികം ഇഷ്ടമായി. കാരണം എൻ്റെ പ്രിയപ്പെട്ടവൻ്റെ അമ്മയോടായിരുന്നു ഏറ്റവും കൂടുതൽ സ്നേഹം. 97 വയസ്സിൽ കടന്നു വന്നു. പിന്നെ സ്നാനപ്പെടുവാനൊക്കെയും ഇടയായി തീർന്നു. പ്രിയ മാതാവും നിത്യതയിൽ ചേർക്കപ്പെട്ടു. അതുപോലെ പ്രിയപ്പെട്ടവരായിട്ട് എനിക്ക് ഇവിടെ കടന്നു വന്ന് ഇന്ന് വളരെയധികം
പ്രതികൂല സാഹചര്യം ഉണ്ടായിരുന്നു. മോൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. പിന്നെ അതുമല്ല വേറെ ദിവസം വരാമെന്ന് വെച്ചു. പക്ഷേ തോമസ് കുട്ടി ബ്രദർ വന്നതുകൊണ്ട് ഇന്ന് അല്ലേ കാണാൻ പറ്റിയുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നത്. അല്ലെങ്കിൽ വേറെ ദിവസമേ ഇവിടെ വരികയുള്ളായിരുന്നു. അതുപോലെ തന്നെ ആ ബ്രദർ നമ്മൾ സാക്ഷിയൊക്കെ പറയുമ്പോൾ നമുക്ക് മറ്റേ സിസ്റ്റർ പറഞ്ഞതുപോലെ വളരെയധികം എൻകറേജ്മെൻ്റ് ആണ് ബ്രദർ. നമ്മൾ ഒരിക്കലും ഒരാളെ താഴേക്ക് പറയുമല്ല, വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്ന ആ ഒരു സ്വഭാവ രീതി, അത് ദൈവസ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രത്തോളം നമുക്കും വളരെയധികം എൻകറേജ്മെൻറ്റ് തരുന്നുണ്ട്. റോയ് ഹെൻറി പാസ്റ്റർ ഇല്ലാത്ത സമയം ഞാൻ കുറച്ച് നാളായതേ ഉള്ളൂ ഈ മീറ്റിങ്ങിലൊക്കെ വന്നിട്ട്. എന്നാൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മുടെ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസനെയും കുടുംബം ഇല്ലാത്ത സമയത്ത് പോലും ആ മീറ്റിങ്ങിൽ ലീഡ് ചെയ്യുമ്പോഴേ അത് വളരെയധികം പാസ്റ്റർ ഇല്ലെന്നുള്ളൊരു ഇത് നമുക്ക് വരികയില്ല. അത് തക്കവണ്ണം നല്ലതുപോലെ ആ മീറ്റിംഗ് ലീഡ് ചെയ്യുവാനൊക്കെയും സ്വർഗത്തിൽ ദൈവം ഇടയാക്കുന്നതിനായി സ്തുതിക്കുന്നു. സ്തോത്രം കാണുവാൻ എനിക്ക് പ്രിയപ്പെട്ടവനും ഇവിടെ കടന്നു വരുവാൻ ദൈവമായ കർത്താവിന് സാവകാശത്തിനായി സ്തോത്രം. ഓൺലൈനിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന തോമസ് കുട്ടിയർ ഇന്ന് നമ്മുടെ നടുവിലുണ്ട്. അറിയാം, ഞങ്ങൾ ഒരിക്കൽ കൂടെ സഭയായി സൂമായി ഞങ്ങൾ ഹല്ലേലൂയ തോമസ് കുട്ടിയുടെ കുടുംബത്തെ ഞങ്ങൾ വെൽക്കം ചെയ്യുകയാണ്. കർത്താവ് നിങ്ങളെ ആദരിക്കും, മാനിക്കും. ഹല്ലേലൂയ. ഒരുമിച്ചൊന്ന് കര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നന്ദി പറയാൻ പറ്റുന്ന എല്ലാവരും നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഹല്ലേലൂയ. സൂമിൽ പ്രതീക്ഷിക്കാത്ത സമയത്താണ് തോമസ് കുട്ടിയെ നേരിട്ട് കാണാൻ സ്വർഗം അവസരം ഒരുക്കിയത്. വർഷങ്ങളുടെ ആഗ്രഹമായിരുന്നു അത്. കർത്താവ് അത് ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. ഒന്ന് കര ഉയർത്തിപ്പിടിച്ചെന്ന് പറഞ്ഞ് നമ്മുടെ ആഗ്രഹങ്ങളെ കർത്താവ് ചെയ്യും. ഹല്ലേലൂയ. കർത്താവ് അത് ചെയ്യുന്നതിനായി നന്ദി. എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ഹല്ലേലൂയ. നമ്മളെ ഈ ദൈവദാസനോടും കുടുംബത്തോടുള്ള സ്നേഹത്തിൻ്റെ ആദരവായിട്ട് ഹല്ലേലൂയ കർത്താവ് അറിയാം ഇവരെ ഇത്രത്തോളം നടത്തി. ഹല്ലേലൂയ. കഴിഞ്ഞ മാസം ഹല്ലേലൂയ മാതാവിൻ്റെ വേർപാടിനകത്ത് ഹല്ലേലൂയ നമ്മളും സഭയായിട്ട് പ്രാർത്ഥിച്ചു. അറിയാം, അത് അല്പസങ്കടമാണെങ്കിലും നാം എല്ലാം നിത്യതയിൽ ചേർക്കപ്പെടേണ്ടവരാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവിൽ നമുക്കെല്ലാവർക്കും വീണ്ടും കാണാമെന്നുള്ള വലിയ വിശ്വാസമുണ്ട്. അറിയാം, ആ വിശ്വാസത്തിൽ, ആ പ്രത്യാശയിൽ എല്ലാവരും ഒന്ന് കര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവെ അറിയാം ഇനിയുള്ള നാളുകൾ തോമസ് കുടുംബത്തെ ദൈവം ശക്തമായി ഉപയോഗിക്കേണ്ടതിനായിട്ട് അറിയാം മാനിക്കേണ്ടതിനായിട്ട്. ഹല്ലേലൂയ. കർത്താവെ ഇതൊരു വലിയ ആരംഭമാണെന്ന് ഞാൻ ആത്മാവിൽ കാണുകയാണ്. ഇതൊരാരംഭമാണെന്ന് ഞാൻ ആത്മാവിൽ കാണുന്നു. ദൈവം ഇവരെ മാനിക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ദൈവം എത്ര നല്ലവൻ, ദൈവം എത്ര വിശ്വസ്തൻ. അനുഗ്രഹീതമായ ഈ ദിവസം നമുക്ക് ദൈവം ദാനമായിട്ട് ദൈവമാണ് പ്ലാൻ ചെയ്തത്. ഇത് യഹോവയാൽ സംഭവിച്ചു. നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്ന വിശ്വാസമുള്ള എൻ്റെ വാത്സല്യ ദൈവജനങ്ങൾ, എൻ്റെ വാത്സല്യ സഹോദരങ്ങൾ, എൻ്റെ വാത്സല്യ കുടുംബക്കാർ, എൻ്റെ വാത്സല്യ കൂട്ടുവിശ്വാസികൾ എല്ലാവർക്കും കരങ്ങൾ ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ കർത്താവിൻ്റെ വിശ്വസ്തതയാണ് ഇന്ന് വരെ നമ്മൾ അനുഭവിപ്പാനിടയായത്. ഹല്ലേലൂയ. ഇതുവരെ കർത്താവ് നമ്മളെ കൊണ്ടുവന്നില്ലേ? മനുഷ്യൻ്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളും ഉണ്ടെങ്കിലും യഹോവയുടെ ആലോചനയാണ് നിവൃത്തിയാകുന്നത്. ഇന്നത്തെ ദിവസം ദൈവം പ്ലാൻ ചെയ്തിരുന്നതാണ്. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസമാണ്. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക എന്ന് നമ്മൾ വായിക്കുന്നത് പോലെ ഓരോ ദിവസവും നമുക്ക് ലഭിക്കുമ്പോൾ നമ്മളെ നടത്തുന്ന വഴികൾ എത്ര അപ്രമേയമാണ്, അഗോചരമാണ്. എൻ്റെ വാത്സല്യ ദൈവമക്കളെ നേരിട്ടൊന്ന് കാണുവാനിടയായത് എത്രയോ ഭാഗ്യമാണ്. ഹല്ലേലൂയ. അതുപോലെ ഞാൻ സൂമിൽ പലരെയും കാണുന്നുണ്ട്. നിങ്ങളെയൊക്കെ ഞാൻ എല്ലാവരെയും ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. മൈലുകൾ സഞ്ചരിച്ച് ഇവിടെ കടന്നു വന്ന എൻ്റെ വാത്സല്യ പ്രിയപ്പെട്ടവരുണ്ട്. സാക്ഷ്യം പറഞ്ഞത് എനിക്ക് എൻകറേജ്മെന്റ് തന്നവർ പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവരുടെയും പേര് പറഞ്ഞാൽ ഒരുപാട് അങ്ങ് പോകുമല്ലോ, നിങ്ങൾക്കും അതറിയാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇപ്രകാരം എനിക്ക് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷിച്ച് ഞാൻ ക്രിസ്തുവിൽ ഒരുപാട് ആദരിക്കുന്ന ഒരു ദൈവഭൃത്യനാണ് നമ്മുടെ പാസ്റ്റർ റോയ് ഹെൻറി. ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. അദ്ദേഹം കാത്തലിക് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. ആദ്യം നമുക്കറിയാം, സാക്ഷ്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ദൈവം നേരിട്ടിറങ്ങി. അനേകർക്ക് തലവേദനയായിരുന്ന ഒരു സമയമുണ്ട്, മാതാവ് പോലും ദുഃഖിച്ചിരുന്ന സമയമുണ്ട്. എന്നാൽ എൻ്റെ ദൈവം വിളിച്ചിറക്കി. ഹല്ലേലൂയ. തക്ക സമയത്ത് ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി തീർത്തു. ഇന്ന് അദ്ദേഹത്തിന് പറയാം, ആർക്കും വർണ്ണിച്ചുകൂടാത്ത സന്തോഷത്തിൽ എനിക്കായി തീരുന്നുണ്ട്. എത്രയെത്ര അനുഭവങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്, എത്രയെത്ര സാക്ഷ്യങ്ങൾ ഓരോരുത്തർക്ക് പറയുവാനുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ ഹല്ലേലൂയ. ആ പ്രിയ കുടുംബത്തെ ഓർത്ത് ഞാൻ ഒത്തിരി ദൈവത്തെ സ്തുതിക്കുന്നു. കൃപ സിസ്റ്റർ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നു. നമ്മുടെ ജോനന്ദൻ മകന്, നമ്മുടെ ഏഞ്ചൽ മകള്, ഈ കുടുംബം എത്രയോ വിലപ്പെട്ടതാണ്. എനിക്ക് ശക്തി നൽകിയ ക്രിസ്തു യേശു എന്ന നമ്മുടെ കർത്താവ്
എന്നെ വിശ്വസ്തൻ എന്ന ശുശ്രൂഷയ്ക്കാക്കി എന്ന് കർത്തദാസന് പറയത്തക്കതുപോലെ ഹല്ലേലൂയ, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ഹല്ലേലൂയ യേശു ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചുകൊണ്ട് ഓരോ ദിവസവും പോകുവാനിടയായല്ലോ. നിങ്ങൾക്കറിയാം, ഞാൻ കോവിഡിൻ്റെ സമയത്താണ് സൂമുമായിട്ട് ബന്ധപ്പെടുന്നത്. ആ സമയത്ത് ഞാൻ വീട്ടിൽ ജോലി, എൻ്റെ അമ്മയെ ശുശ്രൂഷിക്കുന്നതുകൊണ്ടുള്ള ബന്ധത്തിൽ കുറച്ച് നേരത്തെ തന്നെ ജോലിയിൽ നിന്ന് വിരമിച്ച് സാമ്പത്തിക ഒത്തിരി നഷ്ടങ്ങൾ എനിക്കുണ്ടെങ്കിലും എൻ്റെ അമ്മയെ ശുശ്രൂഷിക്കുന്ന ഞാൻ മുൻഗണന കൊടുത്തു. എൻ്റെ അമ്മയെ ശുശ്രൂഷിപ്പാനിടയായി. ഒത്തിരി സാക്ഷ്യങ്ങളൊക്കെ നിങ്ങൾ നേരത്തെ കേട്ടിട്ടുള്ളതാണെന്ന് എനിക്കറിയാം. ആ അമ്മയെ ശുശ്രൂഷിക്കുന്നുള്ള ബന്ധത്തിലാണ് ഞാൻ അവിടെ ഇരുന്നപ്പോഴാണ് സൂം മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെടുന്നത്. ഒരു ദിവസം നമ്മുടെ ചെറുവക്കിലുള്ള പാസ്റ്റർ സുരേഷ് ബാബുവിൻ്റെ മീറ്റിങ്ങിൽ പാസ്റ്റർ റോയ് ഹെൻറി പ്രസംഗിക്കാൻ വന്നപ്പോഴാണ്, അവിടെ കാണുമ്പോഴാണ് ആദ്യമായിട്ട് ഈ ദേവദാസനെ ഞാൻ കാണുന്നത്. ശക്തമായിട്ടൊരു ദൂത് എന്നോട് പറഞ്ഞു. എന്നെ നേരിട്ടറിയില്ല, ആകെ എന്നോട് സ്ക്രീനിൽ കണ്ടുള്ള പരിചയമേ ഉള്ളൂ. അതത് അക്ഷരാർത്ഥത്തിൽ ഞാൻ കടന്നു പോകുന്ന സാഹചര്യമായിരുന്നു. അങ്ങനെ ഒരു ദിവസം പാസ്റ്റർ സുരേഷ് ബാബു ഈ പ്രിയ ദൈവദാസൻ ആ മീറ്റിങ്ങിൽ പ്രസംഗിക്കുന്ന ഒരു ഫ്ലയർ എനിക്ക് കിട്ടിയപ്പോഴാണ് ഞാൻ അറിയുന്നത്, അയ്യോ പാസ്റ്റർ റോയ് ഹെൻറിക്ക് ഉണ്ടോ സൂം മീറ്റിംഗ്, എന്നാൽ പിന്നെ എനിക്ക് അതിനകത്തൊന്ന് കയറാം. അങ്ങനെയാണ് ഞാൻ അതിനകത്ത് കയറുന്നതും. ആ നിലയിൽ എനിക്ക് അറ്റൻഡ് ചെയ്താൽ മതി. കാരണം ഞാനൊരു ബൈബിൾ സ്കൂളിൽ പോയിട്ടുള്ള ആളല്ല, ഞാനൊരു ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടുള്ള ആളല്ല. എനിക്ക് ഈ സൂം മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്താൽ മതി. കാരണം എൻ്റെ അമ്മയെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടം വിട്ട് എനിക്ക് എങ്ങും പാനൊക്കെ ഇല്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഭവനത്തിലിരിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അങ്ങനെയാണ് ആ നിലയിൽ ഒരു പ്രാവശ്യം ഒരു ദൈവദാസൻ പ്രസംഗിക്കുന്ന സമയത്ത് ബൈബിളൊന്ന് വായിച്ചു കൊടുക്കാൻ പറ്റി. അതിന് ശേഷം ഒന്ന് പ്രാർത്ഥനയ്ക്ക് ലീഡ് ചെയ്തു. പിന്നീട് ഇങ്ങനെ ഓരോ പ്രാവശ്യം ഭഗവന്റെ പാസ് പറയും തോമസിന് പ്രാർത്ഥിക്കുക, എന്നാൽ അതിൽ ഞാൻ ഒതുങ്ങാമെന്ന് വിചാരിച്ചു. പിന്നീട് അങ്ങനെ വന്നപ്പോൾ പാട്ട് പാടാൻ ആളില്ലാതെ വന്നപ്പോൾ 1-2 പാട്ടുകൾ പാടേണ്ടി വന്നു. പിന്നീട് എനിക്ക് പ്രസംഗത്തിന് അവസരം വരുന്നു. കർത്താവ്, ഞാൻ എവിടെ വരെയായി? ഇതിനാണോ ഞാൻ ഇതിനകത്ത് കയറിയത് എന്ന് ചിന്തിക്കത്തക്കതുപോലെ ഇന്നത്തെ കർത്തദാസനോട് കേട്ടതുപോലെ നമ്മൾ താങ്ങുന്ന ആ ഒരു സ്വഭാവം, ആ നിലയിലാണ്. പിന്നീട് ഒരു പ്രാവശ്യം ആരോ ഒരാൾ ലീഡ് ചെയ്യാനില്ലാത്ത വന്നപ്പോൾ ഞാൻ ലീഡ് ചെയ്ത് കഴിഞ്ഞു. പിന്നീട് അത് സ്ഥിരം എൻ്റെ മേളിലായിപ്പോയി. ആ നിലയിലാണ് ഞാൻ ഇത്രയായിപ്പോയത്. ഇതിനൊന്നും ഞാൻ യോഗ്യനായില്ല. എല്ലാ മാനവും എല്ലാ മഹത്വവും ദൈവത്തിനാണ്. എന്നെക്കുറിച്ച് പറഞ്ഞ ഓരോ നല്ല നല്ല വാചകങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിഗളിച്ചു പോയാൽ പിശാച് അവിടെ മുതലെടുക്കും. എപ്പോഴും നമ്മൾ ഓർക്കണം, ഇതെല്ലാം കർത്താവ് പുകഴ്ത്തുന്നവൻ, ദൈവം പുകഴ്ത്തുന്നവനാണ് കൊള്ളാവുന്നവൻ. എൻ്റെ വാത്സല്യ എത്ര ദൈവമക്കളെ ഞാൻ ഇവിടെ കാണുമ്പോൾ ഒരുപാട് ഞാൻ സന്തോഷിക്കുന്നു. നമുക്കിങ്ങനെ ഒരു കൂടിവരവ് ദൈവം തന്നല്ലോ. വരാനുള്ള മുഖാന്തരം നിങ്ങൾക്കറിയാം. എൻ്റെ ഭാര്യ സിസ്റ്റർ ഷേർലിയുടെ മൂത്ത സഹോദരൻ പെട്ടെന്ന് മരണപ്പെട്ടതിനോടുള്ള ബന്ധത്തിലാണ്. ഒരു ഓവർനൈറ്റ് കൊണ്ടാണ് പ്ലാൻ ചെയ്തത്. പെട്ടെന്ന് ഒറ്റ രാത്രി കൊണ്ട് പ്ലാൻ ചെയ്ത് പിറ്റേന്ന് ഫ്ലൈ ചെയ്യുമായിരുന്നു. യാതൊരു ക്രമീകരണങ്ങളും ഇല്ലായിരുന്നു. ഇതിനു മുൻപ് എൻ്റെ ഭാര്യ ഷേർലിയുടെ പിതാവ് മരിച്ച സമയമുണ്ട്, മൂത്ത ബ്രദർ മരിച്ച സമയമുണ്ട്, മാതാവ് മരിച്ച സമയമുണ്ട്. ഇതിലൊന്നും എനിക്ക് വന്ന് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം എൻ്റെ വാത്സല്യ മാതാവിനെ ശുശ്രൂഷിക്കേണ്ടി വന്നു. ഇതൊക്കെ ഓർക്കുമ്പോൾ ഇന്നും എനിക്ക് ദുഃഖമുണ്ടെങ്കിലും എൻ്റെ മാതാവിനെ ശുശ്രൂഷിച്ച ആ ദിവസങ്ങളെ ഓർത്ത് ഞാനൊരു ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ മാതാവ് കഴിഞ്ഞ മാസം നിത്യതയിൽ പ്രവേശിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനുശേഷമാണ് വീണ്ടും ഈ മരണം ഉണ്ടാകുന്നത്. എന്നപ്പോഴത്തേക്കിന് എൻ്റെ സഹോദരങ്ങളെല്ലാം പറഞ്ഞു, പെട്ടെന്ന് നീ ഒന്ന് പോകും. 20 വർഷമായിരുന്നു ഞാൻ ഈ രാജ്യം കണ്ടിട്ട്. വളരെ ചെറുപ്പത്തിലേ ഞാൻ അമേരിക്കയ്ക്ക് പോയവനാണ്. അതിനുശേഷം ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് വരുമായിരുന്നു. അന്നേരം 2-3 ആഴ്ചയ്ക്ക് നിൽക്കത്തുള്ളൂ. അതിനുശേഷം ഞാൻ അങ്ങ് പോകുമായിരുന്നു. അപ്പം ചെറുപ്പത്തിലേ ഞാനങ്ങ് നാട് വിട്ടതുകൊണ്ട്, ഈ നാട് വിട്ടതുകൊണ്ട് എനിക്ക് അതിനോട്ട് യാതൊരു ബന്ധവുമില്ല. ഇവിടെ പിന്നെ 2-3 ആഴ്ചയ്ക്ക് കൊണ്ട് മാത്രം ഒന്ന് വന്നേച്ച് പോകും. അങ്ങനെ വന്നിട്ട് 20 വർഷമായിരുന്നു. അപ്പം നിങ്ങൾ ഓർക്കണം, അതിനുശേഷം ഞാൻ ഇവിടെ വരുമ്പോൾ ഇടത്തേതാ വലത്തേതാന്നറിയാൻ വയ്യ, ഏത് തരത്തിൽ മുമ്പോട്ട് പോകണം. ഇവിടുത്തെ ഡ്രൈവിങ് കാണുമ്പോൾ അതിനേക്കാട്ടിലങ്ങ് ഭയങ്കര വെപ്രാളം. എന്നാൽ അവിടെയെല്ലാം എൻ്റെ വാത്സല്യ ഡോൺ ബ്രദർ, ഷേർലിയുടെ ഇളയ ആങ്ങളെയും ആ ഓമന സിസ്റ്ററും പ്രിയ മകനും സ്റ്റീവും ഇന്ന് കടന്നു വന്നിട്ടുണ്ട്. ആരാധനയ്ക്ക് നമ്മളോടൊപ്പമുണ്ട്. ആ പ്രിയപ്പെട്ടവരെനിക്ക് വളരെ കൈത്താങ്ങലായി വേണ്ടുന്നതെല്ലാം എനിക്ക് നൽകി തരുന്നുണ്ട്. ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതുവരെ ഞാൻ എൻ്റെ മാതൃ ചർച്ചിലോട്ട് പോയിട്ടില്ല. കാരണം ഞങ്ങൾ പ്രിയ ജോൺസച്ചാൻ്റെ ചേട്ടയുടെ മൂത്ത ആങ്ങളുടെ മരണത്തോടുള്ള ബന്ധത്തിൽ ഞാൻ വന്നതുകൊണ്ട് അവിടെ തന്നെ ഞാനിപ്പോൾ സ്റ്റേ ആണ്. ഇനി ഞാൻ ഈ വീക്കെൻഡിലാണ്. എൻ്റെ ഒരു മൂത്ത സഹോദരി ഈ രാജ്യത്തുണ്ട്. 85 വയസ്സ് കഴിഞ്ഞു. എൻ്റെ ഏറ്റവും മൂത്ത സഹോദരിയാണ്. ആ സഹോദരിയൊക്കെ അത് കാണാൻ എൻ്റെ മാതൃസഭയിലൊന്ന് ആരാധിക്കാനാണ് ഈ സൺഡേ വെച്ചിരിക്കുന്നത്. വീണ്ടും ഞാൻ ബുധനാഴ്ചയാണ് തിരിച്ചു പോകുന്നത്. എല്ലാ ദൈവത്തിൻ്റെ ദാനയോർത്തെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആ നിലയിലാണ് ഞാനായിരിക്കും. നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ മാതാവിൻ്റെ മരണസമയത്ത് ഈ ചർച്ച് എനിക്കൊരു വലിയ സപ്പോർട്ടായിരുന്നു. സത്യം ഞാൻ പറയുകയാണ്. ഈ റോയ് പാസ്റ്റർ എത്ര തിരക്കാണെന്ന് നിങ്ങൾക്കറിയാം.
എവിടെയെല്ലാം ശുശ്രൂഷയ്ക്ക് പോകണം, അതിൻ്റെ എല്ലാ നടുവിൽ എന്നെ വിളിച്ചുകൊണ്ട് അന്നേരം അതാത് സമയത്ത് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഈ ഇന്ത്യയിൽ നിന്ന് ഒരു ഫ്ലവർ അമേരിക്കയിലെത്തുക എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിലുള്ള നമ്മുടെ പാസ്റ്റർ റോയ് ഹെൻറി അമേരിക്കയിലുള്ള ഒരു നമ്മുടെ സൂമിൽ അറ്റൻഡ് ചെയ്യുന്ന ഒരു സഹോദരിയെ കോൺടാക്ട് ചെയ്തിട്ട് ഈ ചർച്ചിൻ്റെ വകയായിട്ട് ഒരു ഫ്ലവർ അയക്കണമെന്ന് പറഞ്ഞു. അതൊക്കെ എന്ന് വെച്ചാൽ ഒത്തിരി ഞാൻ സന്തോഷിക്കുന്നു. എല്ലാവരോടും ഞാൻ ഹൃദയാംഗമായ നന്ദിയെ ഞാൻ അറിയിക്കുന്നു. നമ്മുടെ കർത്താവ് എത്രയോ നല്ലവനാണ്. ദൈവം ആർക്കും കടക്കാരനല്ല. തൻ്റെ നാമത്തെ സ്നേഹിക്കുന്നവരെ എൻ്റെ ദൈവം മാനിക്കുന്ന ദൈവമാണ്. ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നു. കർത്തദാസൻ നമ്മളെ താങ്ങുന്നതിനെ കുറിച്ചായിരുന്നല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. പരസ്പരം താങ്ങുന്നതിൻ്റെ ആ ഒരു വില എത്രമാത്രമാണ് നമുക്കറിയാം. നമ്മൾ ഇന്നത്തെ സമയത്ത് താങ്ങുന്നതിന് പകരം, നമ്മെ താങ്ങുന്നതിന് പകരം നമുക്കിട്ട് താങ്ങുന്ന ആളുകളാണ് നമ്മൾ പൊതുവെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതെല്ലാ കാലത്തും ഉണ്ടായിരുന്നു. യേശുക്രിസ്തു തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരിൽ പോലും ഞങ്ങളിൽ ആരാ വലിയവനെന്നുള്ള വാദം ഉണ്ടായി. ഇതെല്ലാ കാലത്തും ഉണ്ട്. തിരഞ്ഞെടുത്ത ശിഷ്യന്മാരാണ് ഞങ്ങളിൽ ആരാ വലിയവൻ. അന്നേരമാണ് യേശുക്രിസ്തു അവരോട് പറയുന്നത്, നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവൻ ഒടുക്കത്തവനാവണം, നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവൻ ഒടുക്കത്തവനാവണം. അങ്ങനെ അവരെ ആ നിലയിൽ പരിശീലിച്ചെടുക്കുകയായിരുന്നു. കാരണം ദൈവഹിതമല്ലാത്ത ഒരു വിഷയത്തിനും എൻ്റെ ദൈവം അനുകരിക്കത്തില്ല. നമുക്കറിയാമല്ലോ, നേരത്തെ കർത്തദാസൻ പറഞ്ഞത്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് പറയുമ്പോൾ സഭയ്ക്കെതിരായിട്ടോ ദൈവപ്രവൃത്തിക്കെതിരായിട്ടോ ഏത് ശക്തി ഉയർന്നാലും അതൊരിക്കലും വിജയത്തിലേക്ക് വരികയില്ല. തൽക്കാലമായിട്ട് വിജയിച്ചു എന്ന് തോന്നും. ആത്യന്തിക വിജയം നമ്മുടെ നടുവിലാണ്, നമ്മുടെ കയ്യിലാണെന്ന് ഓർക്കണം. അത് പറയാനുള്ള കാരണം നമുക്കറിയാമല്ലോ. ഈ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പത്രോസ്, ഒന്നാമനായ പത്രോസാണ് പറഞ്ഞത്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞ വാചകം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വാക്കുകൾ. ഞാൻ ബൈബിളിലോട്ട് എനിക്ക് പോകേണ്ട കാര്യമില്ല. അന്നേരമാണ് യേശു പറഞ്ഞത്, ബെറിയോനാ ശിമോനേ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയത് എന്ന് പറഞ്ഞാൽ പത്രോസിന് ആ വെളിപ്പാട് അവിടെ കിട്ടി. പത്രോസിന് കിട്ടിയ വെളിപ്പാടാണ്, ബെറിയോനാ ശിമോനേ, നീ ഭാഗ്യവാനാണ്, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നതെന്ന് പറയുമ്പോൾ പത്രോസ് ചിന്തിച്ചു, എനിക്കൊരു വെളിപ്പാട് കിട്ടി. എൻ്റെ വാത്സല്യ സഹോദര സഹോദരി, നീ വെളിപ്പാട് പുസ്തകത്തിലെ എല്ലാം അരച്ച് കലക്കി കുടിച്ച് പഠിച്ചില്ലെങ്കിലും ഈ വെളിപ്പാട് നിനക്കുണ്ടെങ്കിൽ അവിടെയാണ് നിന്റെ വിജയം എന്ന് ഓർക്കണം. ഹല്ലേലൂയ! ആ വെളിപ്പാടാണ് ഏറ്റവും വലിയ ആവശ്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എൻ്റെ കർത്താവ് എനിക്ക് ആരാണ്, എൻ്റെ ദൈവം ആരാണ്? ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന ഒരു വെളിപ്പാട് നിനക്ക് ലഭിച്ചാൽ, ബൈബിളിലെ അവസാന പുസ്തകമായ വെളിപ്പാടിൽ പറയുന്ന എല്ലാ വിഷയങ്ങളും അരച്ച് കലക്കി കുടിച്ച് പഠിച്ച് നീ വലിയ പണ്ഡിതനാകുന്നതിനേക്കാൾ ഉപരി ഈ വെളിപ്പാട് നിനക്ക് കിട്ടിയാൽ അതാണ് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് നീ തിരിച്ചറിയാതെ പോകരുത്. ഹല്ലേലൂയ! അങ്ങനെ വെളിപ്പാട് കിട്ടിയ പത്രോസിന് ഞാൻ പറയാൻ വന്നത് ഇതാണ്. പത്രോസിന് ആ വെളിപ്പാട് കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നീടാണ് യേശുക്രിസ്തു ക്രൂശീകരണത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. എന്നെ ഇത്ര ദിവസം കഴിയുമ്പോൾ ക്രൂശിക്കും, അതെല്ലാം കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ പത്രോസിന് സഹിക്കാൻ കഴിയുന്നില്ല. പത്രോസ് പറഞ്ഞ് നേരെ വേറിട്ടം കൊണ്ടുപോയി. കാരണം അദ്ദേഹം ചിന്തിച്ചു, ഇച്ചിരി മുമ്പേ കർത്താവ് എന്നോട് പറഞ്ഞല്ലോ ഇങ്ങനൊരു വെളിപ്പാട് എനിക്ക് കിട്ടി, അപ്പം ഞാൻ ഒന്നാമനാണ്, എനിക്കിങ്ങനൊരു വെളിപ്പാടൊക്കെ കിട്ടിയതുകൊണ്ട് എനിക്ക് യേശുവിനെ ഉപദേശിച്ചൊന്ന് തിരുത്താൻ ശ്രമിക്കാം. വേറിട്ട് കൊണ്ടുപോയി പറയാം, കർത്താവേ നിനക്ക് അങ്ങനൊന്നും വരരുത്, നിന്നെ അങ്ങനൊന്നും ഇവിടെ ഞങ്ങൾ അനുവദിക്കത്തില്ല, നിനക്കത് ഭവിക്കരുത്. എന്തോ യേശു പറഞ്ഞേ, സാത്താനേ എന്നെ വിട്ടു പോ, ഞാൻ അതിന് വേണ്ടിയാണ് എൻ്റെ പിതാവ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. നീ ഉദ്ദേശിക്കുന്ന പോലല്ല. നേരത്തെ നിനക്ക് വെളിപ്പാട് കിട്ടിയത് സംഗതി ശരിയാണ്. ഞാൻ പറയാൻ വന്നത്, വെളിപ്പാട് കൊടുത്ത പത്രോസായാലും എന്ന് പറഞ്ഞാലും ഒന്നാമനായ പത്രോസായെന്ന് പറഞ്ഞാലും വെള്ളത്തിൽ കൂടെ നടക്കാൻ തയ്യാറാകുന്ന പത്രോസായെന്ന് പറഞ്ഞാലും ദൈവവചനത്തിന് ദൈവഹിതത്തിന് വിപരീതമായി നീ ഒരു വാക്കുച്ചരിച്ചാൽ അവിടെ ശാസനയുണ്ട്. നീ പറഞ്ഞത് തെറ്റാണെന്ന് പറയുവാൻ തൻ്റെ ഇടം കാണിക്കണം. അതാണ് സാത്താനെ എന്നെ വിട്ടു പോയെന്ന് പറയത്തക്കതുപോലെ, അയ്യോ ഞാൻ ഇവനോട് എങ്ങനെ പറയും, മുൻപേ ഞാൻ ഇങ്ങനെ പറഞ്ഞതാണല്ലോ. സത്യത്തിന് വേണ്ടി മാത്രമേ നീ നിൽക്കാവൂ, ദൈവഹിതത്തിന് വേണ്ടി മാത്രമേ നീ നിൽക്കാവൂ. നീ വ്യക്തികളെ നോക്കരുത്. കാരണം
ദൈവവചനത്തിന് വിരുദ്ധമായി, ദൈവഹിതത്തിന് വിരുദ്ധമായ ഒരു വാക്ക് കേട്ട് കഴിഞ്ഞാൽ അവിടെ ശാസിക്കണം. അതാണ് ദൈവപ്രമാണം. അയ്യോ, ഞാൻ നേരത്തെ അവനോട് പറഞ്ഞല്ലോ, ബർയോനാ ശിമോനെ, നീ ഭാഗ്യവാനാണ്, ജഡരക്തങ്ങളാണ് വെളിപ്പെടുത്തിയത്. ഇനി എനിക്ക് അവനോട് എങ്ങനെ സാത്താനെന്ന് വിളിക്കാൻ തോന്നും? ഇല്ല. ഉടനെ അതനുസരിച്ച് വിളിച്ച് ആ പത്രോസിനെ കറക്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞതിൻ്റെ കാരണം അതുകൊണ്ടാണ്. ശിഷ്യന്മാർ വാദിക്കുമ്പോഴും നിങ്ങൾ അങ്ങനെയാകരുത്. ചിലപ്പോൾ വിശ്വാസത്തിൻ്റെ ആ ചെറിയ ലാഞ്ചനകൾ വരുമ്പോൾ യേശുക്രിസ്തു ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളെ എത്രത്തോളം സഹിക്കും, ഞാൻ എത്രത്തോളം നിങ്ങളെ വഹിക്കും, നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസം ഇല്ലയോ എന്നൊക്കെ ചോദിച്ച്. കാരണം അവർ പരിജ്ഞാനമില്ലാത്തവരാണ്, മുക്കുവന്മാരായിരുന്നു. അവരെ ദൈവം വളർത്തിക്കൊണ്ടുവന്ന് താങ്ങിക്കൊണ്ടുവന്ന് ശാസിക്കേണ്ടിടത്ത് ശാസിച്ച് അതെല്ലാം താങ്ങലിൻ്റെ ലക്ഷണമായിരുന്നു. അതിനടുത്ത് അവർക്ക് ആ ഒരു ഫൈറ്റിംഗ് മെൻറ്റാലിറ്റി അല്ല, ആരാണ് വലിയവനെന്നുള്ള തോന്നൽ ഉണ്ടപ്പോൾ തന്നെയും അവിടെ ദൈവം ശാസിച്ച് അവരെ നേർവഴിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയായിരുന്നു എൻ്റെ യേശു കാണിച്ച. അർത്ഥാൽ നമ്മളെപ്പോഴും പരസ്പരം പോരടിച്ച് കഴിയേണ്ടവരല്ല, നമ്മൾ ഒരു കുടുംബത്തിൻ്റെ അംഗമാണ്. എപ്പോഴും നമ്മളത് ഓർത്തിരിക്കണം. എല്ലാ അവയവത്തിനും അതിൻ്റേതായ പ്രവർത്തനങ്ങളുണ്ട്. ഇങ്ങനൊരു കഥ കേട്ടിട്ടുണ്ട്. 10 വിരലുണ്ടല്ലോ നമുക്ക്. ഈ 10 വിരലുകൾ തമ്മിൽ ഒരു ഫൈറ്റിംഗ് ഉണ്ടായി. ഞങ്ങളിൽ ആരാ വലിയവൻ? വിരൽ തമ്മിൽ ഫൈറ്റ് ചെയ്യുക. അപ്പം തള്ളവിരൽ പറഞ്ഞ്, നിങ്ങളെക്കാട്ടിയല്ല, എനിക്ക് വണ്ണമുണ്ട്, ഞാനാണ് വലിയവൻ, എനിക്ക് വണ്ണമുള്ള നല്ല വലിയ, നിങ്ങൾക്കാർക്ക് എൻ്റെ അത്രയും വണ്ണമില്ല, ഞാനാ വലിയവൻ. അപ്പം ചൂണ്ടുവിരൽ അടുത്തവർ പറഞ്ഞ്, വലിപ്പമൊക്കെ അവിടെ കിട്ടത്ത്, വണ്ണമൊക്കെ അവിടെ ഇരിക്കട്ടെ. ആളുകൾ വർത്താനം പറയുമ്പോൾ ഏത് വിരലാണ് ഉപയോഗിക്കുന്നത്? ചൂണ്ടി പറയുന്നത് എന്നെയാണ്. അപ്പം നിങ്ങളെക്കാ വലിയവൻ ഞാനാണ്. ചൂണ്ടുവിരലിന് അങ്ങനെ പറയുന്നു. അടുത്ത വിരലാണ് നമ്മുടെ മിഡിൽ ഫിംഗർ. ആ ഫിംഗർ പറഞ്ഞെന്താ പറയുക, എല്ലാവരും ഒന്ന് അടങ്ങണേ, ഏറ്റവും വലിയ നീളമുള്ളത് ഞാനാണ്, അപ്പം ഞാനാണ് വലിയവൻ. ഏറ്റവും വലിയ നീളമുള്ള ഞാനായതുകൊണ്ട് നിങ്ങളെക്കാളെല്ലാം ഉപരി ഞാനാണ് വലിയവൻ. വിരൽ ഫൈറ്റ് ഉണ്ടാകുക. പിന്നെ അടുത്ത ഫിംഗർ റിങ് ഫിംഗർ. അവർ പറയും, നിങ്ങളൊന്ന് ഓർക്കണം, നീളമണ്ണൊക്കെ അങ്ങ് മാറ്റിവെക്ക്. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം വിവാഹം. അതിനകത്ത് റിങ് ഇടുന്ന ഏത് ഫിംഗറിലാണ്? എന്നിലാണിടുന്നത്. അപ്പം ഞാനാണ് വലിയവൻ, നിങ്ങളെല്ലാം മാറി നിൽക്കുക. പാവം കുഞ്ഞുവിരൽ എന്തോ ചെയ്യും? നീളത്തിൻ്റെ കാര്യം പറയാനില്ല, വണ്ണത്തിൻ്റെ കാര്യം പറയാനില്ല, വിരലിൽ മോതിരമിടുന്ന കാര്യം പറയാനില്ല. ആകെ കൂടെ കുഞ്ഞുവിരലിനൊന്നേ പറയാനുള്ളൂ, നിങ്ങളെല്ലാം ഒന്ന് കാത്തിരിക്കണേ. മനുഷ്യർ സ്വർഗത്തേക്ക് നോക്കി ഇങ്ങനെ കൈകൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം കാണുന്നത് ആരെയാ? ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. ആദ്യം ജനങ്ങൾ കാണുന്നത് ആരെയാ? എന്നെ അല്ലേ? ഞാൻ ഏറ്റവും ചെറുതാണ്. പക്ഷെ കൈ ഉയർത്തി നീ കൈ കൂപ്പിക്കൊണ്ട് ഉയരത്തിലേക്ക് കണ്ണുകൊടുത്തി പ്രാർത്ഥിക്കുമ്പോൾ എന്നെ അല്ലേ ആദ്യം കാണുന്നത്? ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം അതാത് അവയവങ്ങൾക്ക് അതാതിൻ്റെ പ്രവർത്തനം ദൈവം കൊടുത്തിട്ടുണ്ട്. ഫൈറ്റ് ചെയ്യുവാനല്ല നമ്മളെ വിളിച്ചത്. കാരണം ഈ കർത്തൃദാസൻ സൂം മീറ്റിംഗ് തുടങ്ങിയതിന് ശേഷം എത്ര പ്രതിസന്ധികൾ അനുഭവിച്ചു, എത്ര പ്രശ്നങ്ങൾ. വിശ്വസിച്ചവരൊക്കെ മാറിപ്പോയ സമയങ്ങളുണ്ട്. ആശ്വാസമായി മാറേണ്ടവർ പ്രതികൂലമായി മാറേണ്ട സമയമുണ്ട്. ആ സമയങ്ങളിലെല്ലാം കർത്തൃദാസൻ ഉയരത്തിലേക്ക് നോക്കി, മനുഷ്യരെ നോക്കി ഇറങ്ങിയതല്ല. ഒരു പക്ഷേ ജോലി വിട്ടിട്ടാണ് ഇറങ്ങിയത്. നമുക്കറിയാം, ഇവർക്കൊക്കെ വേണമെങ്കിൽ സെക്യുലറായിട്ട് ജോലി ചെയ്ത് നിശ്ചയമായിട്ട് ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്താൽ മതിയല്ലോ. ദൈവത്തെ വിളിച്ച് ദൈവത്തെ ആദരിച്ച് പോകാൻ എന്തിനായി ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നത്? കാരണം എന്തുമാത്രം പഴികൾ, ദുഷികൾ, നിന്ദകൾ, പ്രതികൂലങ്ങൾ അനുഭവിച്ചു. എന്നാൽ എപ്പോഴും ഓർക്കണം, ഇത് തിരുവചനത്തിൻ്റെ അടിസ്ഥാന ഉപദേശമാണ്. ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ള ഏതൊരുവനായാലും ഏതൊരുവളായാലും അവിടെ ഉപദ്രവം ഏൽക്കേണ്ടി വരും. ആ നിലയിലാണ് കർത്തൃദാസൻ ഇതെല്ലാം സഹിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നത്. ഇവിടെ നേരത്തെ സാക്ഷ്യം പറഞ്ഞപ്പോൾ ചില ആളുകൾ പറഞ്ഞ ചില പാട്ടുകളൊക്കെ എന്നെ ഒത്തിരി ബലപ്പെടുത്തിയിട്ടുണ്ടെന്ന്. ചിലപ്പോൾ എന്നെയും അന്നേരം മനസ്സിൽ വരുന്ന ചില വരികളൊക്കെ എന്നെ ഒത്തിരി ബലപ്പെടുത്തുന്ന വരികളാണ്. നമുക്ക് ഒരു പാട്ടിൻ്റെ 1-2 വരികൾ മാത്രം ഒന്ന് പാടിയതിന് ശേഷം തുടർന്ന് നമ്മൾ സൂക്ഷിച്ചിൽ കിടക്കണം. ആശ്രയം യേശുവിലെന്നാൽ മനമേ നിനക്കാശ്വാസമായിടും ആയുസ്സെല്ലാം, നിനക്കാശ്വാസമായിടും ആയുസ്സെല്ലാം.
ആശ്രയിച്ചിടുന്നവർക്കനുദിനമഭയം താൻ അവഗണിച്ചിടുകയില്ലവനവരെ. ആശ്രയിച്ചിടുന്നവർക്കനുദിനം അഭയം താൻ അവഗണിച്ചിടുകയില്ലവനവരെ. മനുഷ്യനിലാശ്രയിച്ചാൽ അനീശം നിരാശയല്ല, ഒരു സുഖം മനസ്സിനുണ്ടായിടുമോ. മനുഷ്യനിലാശ്രയിച്ചാൽ അനീശം നിരാശയല്ല, അതൊരു സുഖം മനസ്സിനുണ്ടായിടുമോ. എന്നാൽ യേശുവിൽ ആശ്രയിച്ചാലേതു വിഷാദമീ വാസത്തിൽ വന്നാലും നിരാശയില്ല. യേശുവിൽ ആശ്രയിച്ചാൽ ഏതു വിഷാദമീ ഭൂവാസത്തിൽ വന്നാലും നിരാശയില്ല. അവനെ നിരുചിക്കുക, ശരണമായി കരുതുക, ദിനവും നിൻ ചുമടുകൾ അവന്മേൽ വയ്ക്കാം. അവനെ നിരുചിക്കുക, ശരണമായി കരുതുക, ദിനവും നിൻ ചുമടുകൾ അവന്മേൽ വയ്ക്കാം. അവനുടെ ചുവടുകൾ പതിഞ്ഞിടം നോക്കി നിന്റെ ചുവടുകൾ പതിച്ചു നീ നടന്നു കൊള്ളുക. ഓ, അവനുടെ ചുവടുകൾ പതിഞ്ഞിടം നോക്കി നിന്റെ ചുവടുകൾ പതിച്ചു നീ നടന്നു കൊള്ളുക. ആശ്രയം യേശുവിൽ എന്നാൽ മനമേ നിനക്കാശ്വാസം ആയിടും ആയുസ്സെല്ലാം. നിനക്കാശ്വാസം ആയിടും ആയുസ്സെല്ലാം. നിനക്കാശ്വാസം ആയിടും ആയുസ്സെല്ലാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ആശ്രയം യേശുവിലാണെങ്കിൽ നിനക്ക് ആശ്വാസമായിട്ട് ആയുസ്സെല്ലാം അവനുണ്ട്. നീ അവനെ രുചിക്കണം, അവനിൽ തന്നെ ആശ്രയിക്കണം. അവനുടെ ചുവടുകൾ നോക്കി നീ ചുവടുകൾ പതിച്ച് നടന്നുകൊള്ളണം. അതാണ് പാട്ടുകാരൻ നമ്മളോട് പറയുന്നത്. അവനെ രുചിക്കണം, അവനെ ശരണമാക്കണം. എല്ലാവരും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് വചനത്തിലേക്ക് വരുന്ന സമയമാണ്. എല്ലാവരും പ്രാർത്ഥനയോടെ ദിവസത്തിനായിരിക്കണം. പ്രാർത്ഥനയാണ് എനിക്ക് വേണ്ടത് സത്യം പറഞ്ഞാൽ. കാരണം നിങ്ങളുടെ പ്രാർത്ഥനയാണ് എന്നെ നിലനിർത്തിയത് സത്യത്തിൽ. അല്ലാതെ എനിക്കൊന്നും പുകഴാനില്ല. പലപ്പോഴും ഇതിൻ്റെ എല്ലാ മാനവും മഹത്വവും ദൈവത്തിനാണ് പോകേണ്ടത്. കാരണം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും കണക്ക് കൊടുക്കണം എന്നുള്ള കാര്യം നമ്മൾ മറന്നു കളയരുത്. നമ്മൾ വിശ്വാസികളാണ്, ഇതെല്ലാം ശരിയാണ്. രക്ഷിക്കപ്പെട്ടവരായിരിക്കാം, സ്നാനപ്പെട്ടവരായിരിക്കാം, പരിശുദ്ധാത്മാഭിഷേകം നിറഞ്ഞവരായിരിക്കാം. ഇതൊക്കെ ശരിയാണ്. ഞാനിവിടെ നിന്ന് പ്രസംഗിക്കുന്നുണ്ട്, തിരുവചനം വായിക്കുന്നുണ്ട്, പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതൊക്കെ ശരിയായിരിക്കാം. എൻ്റെ ജീവിതം ക്രമീകരിക്കേണ്ടത് എൻ്റെ ചുമതലയാണ്. അവിടെയാണ് നമ്മുടെ വിഷയം. കൂടുതൽ നീ പ്രസംഗിക്കാൻ നിനക്ക് പ്രാഗൽഭ്യം ഉണ്ടായെന്ന് വരികയില്ല. പബ്ലിക്കിൻ്റെ മുൻപിൽ പ്രാർത്ഥിപ്പാൻ പ്രാഗൽഭ്യം ഉണ്ടായെന്ന് വരികയില്ല. പക്ഷേ ദൈവദാസന്മാരോടൊക്കെ വേണ്ടി നീ മുട്ടുമേലിരുന്ന് കരയുന്നത് എൻ്റെ ദൈവം കാണുന്നുണ്ട് സഹോദര. പബ്ലിക് പക്ഷേ അറിയത്തില്ല. നമ്മൾ ഒരു ഗസ്റ്റിനെ വിളിച്ചു കഴിഞ്ഞാൽ ആ ഡൈനിങ് ടേബിളിൽ വരുന്ന നല്ല പാത്രങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്നാൽ അതിൻ്റെ മുൻപിൽ കുറച്ച് എരിഞ്ഞ പാത്രം അടുക്കളയിലുണ്ട്. തീയിലൂടെ കടന്നുപോയ ചില പാത്രങ്ങൾ അടുക്കളയിലുണ്ട്. അത് ഡൈനിങ് ടേബിളിൽ വരുന്ന ഗസ്റ്റ് കാണത്തില്ല. പക്ഷേ ആ പാത്രം ചൂടിലൂടെ അഗ്നിശോധനയുടെ കടന്നു പോയതിൻ്റെ റിസൾട്ടാണ് നീ ഡൈനിങ് ടേബിളിൽ കാണുന്നത്. ആ നിലയിൽ എൻ്റെ ദൈവദാസന്മാർ ഓരോരുത്തർ പ്രസംഗിക്കുമ്പോഴും സ്റ്റേജിൽ നിന്നുകൊണ്ട് ഓരോ നിലയിൽ കർത്താവിൻ്റെ വചനം ഘോഷിക്കുമ്പോഴും അതിൻ്റെ പിന്നിൽ പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരി സഹോദരന്മാരുണ്ടെന്നുള്ള കാര്യമാണ് നമുക്ക് ബലമായിരിക്കുന്നത്. ഇവിടേക്ക് എത്ര ദേവദാസന്മാരോട് വിശേഷിച്ച് നമ്മുടെ ജോബിൻ ജോൺസൺ ബ്രദറിനെയൊക്കെ കാണുമ്പോൾ എത്രയോ സന്തോഷം. നേരിട്ടൊന്ന് കാണുന്നത് ഇങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ, ഹെൻറി പാസ്റ്റർക്ക് താങ്ങും തണലുമായിട്ടിരിക്കുന്ന എത്രയോ പ്രിയപ്പെട്ടവരുണ്ട്. ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണം. അവിടെയാണ് അതിൻ്റെ വിജയം. കർത്തദാസൻ പറഞ്ഞല്ലോ, കുടുംബമായിട്ടാണ് എൻ്റെ അമ്മയെ ശുശ്രൂഷിക്കുന്നുള്ള വിഷയത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത്രയും ഞാൻ വിജയിക്കാൻ കാരണം എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഷേർലി ആയിരുന്നു. കാരണം അവൾ ജോലിക്ക് പോകണം ഇത്രയും വർഷങ്ങൾ. കാരണം
ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന നന്മയ്ക്ക് വിലയുള്ളൂ. എൻ്റെ അമ്മയും അവൾക്ക് എന്നെക്കാട്ടിൽ അമ്മയ്ക്കിഷ്ടം അവളോടായിരുന്നു. അവൾ ഏതെങ്കിലും സമയത്ത് കടയിലോ അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വരുമ്പോഴൊക്കെ എത്രയോ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, മോനെ ഷേർലി എപ്പോഴാണ് വരുന്നേ, ഷേർലി എപ്പോഴാണ് വരുന്നേ. ഇത് മാത്രമേ ഉള്ളൂ. പല പ്രാവശ്യം ചോദിക്കും, കാരണം ഓർമ്മയില്ല. അത് നമ്മൾ ഓർത്തിരിക്കണം. ഒരേ കാര്യം പല പ്രാവശ്യം ചോദിച്ചെന്ന് വരും. അപ്പോഴും മറുപടി പറയാൻ പേഷ്യൻസ് വേണം. എപ്പോഴാണ് വരുന്നത് ഇതെല്ലാം ചോദിക്കുക, അതിനെല്ലാം നമ്മൾ മറുപടി പറയണം. വളരെ ഒരു രസകരമായൊരു സംഭവം ഞാൻ പറയാം. കാരണം ഒരു ദിവസം വൈകിട്ട് ഞാൻ അമ്മയെ കൊണ്ടൊരു സങ്കീർത്തനം കാണാതെ പറയിപ്പിച്ചിട്ടാണ് പ്രാർത്ഥിപ്പിച്ചിട്ടാണ് നമ്മൾ വെടയിലോട്ട് പോകുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞ സങ്കീർത്തനം അമ്മയും കൊണ്ട് പറയിപ്പിച്ചത് 84-ാം സങ്കീർത്തനമായിരുന്നു. ഓരോന്നിങ്ങനെ പറഞ്ഞു വരിക, പറഞ്ഞു വന്നിട്ട് യഹോവ കൃപയെ നൽകുന്നു, യഹോവ നീ നമ്മെ 84 സൈന്യങ്ങളെ യഹോവയെ തിരുനിവാസം എത്ര മനോഹരം, എൻ്റെ ഉള്ള യഹോവയുടെ പ്രകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു, നിൻ്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യന്മാർ. ഇത്രയും പറഞ്ഞ് നിർത്തിച്ച് ചോദിക്കുക, ഷേർലി എപ്പോഴാണ് വരുന്നേ? അപ്പം ഞാൻ പറഞ്ഞ അമ്മയെ സങ്കീർത്തനം അങ്ങ് പൂർത്തീകരിക്കുക, അതിന് ശേഷം ഞാൻ പറയാം. അപ്പോൾ നമ്മൾ ഓർക്കണം, ആ നിലയിലാണ് ഷേർലിയുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്. ആ നിലയിൽ എനിക്ക് 100% സപ്പോർട്ട് ആയതുകൊണ്ടാണ് 101 വയസ്സ് വരെയും എൻ്റെ മാതാവിനെ ശുശ്രൂഷിപ്പാൻ എനിക്കിടയായത്. ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ വാത്സല്യ സഹോദരങ്ങളോട് എനിക്ക് നമ്മുടെ ഭാര്യമാർക്കൊക്കെ ഒരു പക്ഷേ ചില ന്യൂനവശകൾ നമ്മുടെ നോട്ടത്തിൽ കണ്ടെന്ന് വരാം. 99 ഗുണങ്ങൾ അവർക്ക് കാണും. നമ്മൾ ആ ഗുണങ്ങൾ നോക്കണം. അല്ലാതെ ചെറിയ വിഷയത്തിൻ്റെ മുൻപിൽ ഞാൻ എൻ്റെ ആണത്തോടെ മുമ്പിൽ തെളിയിക്കും, ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കും. വേണ്ട, സാവകാശമായിട്ട് സ്വസ്ഥമായിട്ട്. കുടുംബം എന്ന് പറഞ്ഞാൽ കൂട്ടുകൂടി ഇമ്പമായിട്ട് വാഴുന്നതാണ് കുടുംബം. അല്ലാതെ കുടുംബം ഭൂകമ്പം ഉണ്ടാകുന്നതല്ല കുടുംബം. നമ്മളെപ്പോഴും ഓർക്കണം, കൂടുമ്പോൾ ഇമ്പമാണ്, അതാണ് കുടുംബം എന്ന് പറയുന്നത്. ആ ഐക്യതയോടെ സ്നേഹത്തോടെ കുടുംബത്തിൽ ഐക്യതയുണ്ടെങ്കിലേ സഭയിൽ വരുമ്പോൾ സഹോദരങ്ങളുടെ ഐക്യത കാണും. ഐക്യതയോടും സ്നേഹത്തോടും കൂടെ വേണം നമ്മൾ ഓരോന്നും കാണുവാൻ. ആരും പെർഫെക്റ്റ് അല്ലല്ലോ, ആരും പെർഫെക്റ്റ് അല്ല. അവർക്ക് അവരുടേതായ വീക്ക്നെസ് ഉണ്ട്. എന്നാൽ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിച്ചത് എങ്ങനെയാ? നമ്മുടെ യോഗ്യത കണ്ടിട്ടാണോ? എന്തെങ്കിലും യോഗ്യത നമുക്ക് പറയാനുണ്ടോ? പാപത്തിൻ്റെ പടുകുഴിയിൽ കിടന്നതല്ലേ? എന്നിട്ട് ആ ദൈവം നമ്മെ തേടി സ്വർഗത്തിൻ്റെ ഉന്നത മഹിമകളെ വെടിഞ്ഞ് ഈ ലോകത്തിലേക്ക് വരുമ്പോൾ ആ സ്നേഹത്തിൻ്റെ ആഴം എത്രമാത്രം വലുതാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. നമുക്കെല്ലാവർക്കും ബൈബിളിലേക്ക് ഒരു വാക്യത്തിലേക്ക് വരാം. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ എബ്രായർ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ ആരെങ്കിലും ഒന്ന് വായിക്കാമോ? കൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു. ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സദൃശ്യമത്രേ. അതിന് ഒത്തവണ്ണം ആരാധനക്കാരൻ്റെ മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗവും അർപ്പിച്ചു പോരുന്നു. മതി, നമ്മൾ കേട്ടല്ലോ. ഒരു കൂടാരത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇന്ന് നമ്മുടെ കർത്തദാസൻ ഫാസ്റ്റർ വൈഹിൻ്റെ പറഞ്ഞായിരുന്നല്ലോ, ഇസ്രായേൽ മക്കളെ മിസ്രൈമെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് കനാൻ ദേശത്തിലേക്ക് പോകുമ്പോൾ അവരോട് പറഞ്ഞ ഒരു കൂടാരമുണ്ട്. അതാണ് സമാഗമന കൂടാരം. അതിൻ്റെ പണിക്ക് വേണ്ടി അഭിഷേകം ചെയ്യുന്നതാണ് ബെസലേലിനെ നമ്മൾ ഓർക്കണം. നമ്മൾ ആ നിലയിലാണ് കർത്തദാസൻ അവതരിപ്പിച്ചതെന്ന് ഓർക്കണം. നമ്മൾ ഓർക്കണം, ഈ ഒരു കൂടാരം, മുൻ കൂടാരം ഈ നമുക്കുള്ള ആത്മീക കൂടാരത്തിനൊരു സാദൃശ്യമാണ് എന്ന് പറഞ്ഞാൽ നമ്മളതാണ് വായിക്കുന്നത്. മുൻ കൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടില്ല എന്ന് പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നു. ആ കൂടാരം, കാരണം പഴയ നിയമകാലത്തുണ്ടായിരുന്ന ആ കൂടാരം ഈ കാലത്തേക്കൊരു സാദൃശ്യമാണ്. അതിനൊത്തവണ്ണം ആരാധനക്കാരന് മനസ്സാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാട്. കാരണം ദൈവം തമ്പുരാൻ ആ കൂടാരം ഇസ്രായേൽ മക്കൾക്ക് മോശ മുഖാന്തരം അരുളി ചെയ്ത് ഉണ്ടാക്കിയ ആ കൂടാരത്തിൽ യാഗങ്ങളുണ്ട്, വഴിപാടുകളുണ്ട്, പുരോഹിതന്മാരുടെ യാഗങ്ങളെല്ലാം നടക്കുന്നുണ്ട്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ പൂർണ്ണമായ ഒരു സമാധാനത്തിലേക്ക് പൂർണ്ണ മനസ്സാക്ഷിയിൽ ദൈവത്തെ ആരാധിപ്പാൻ കഴിയാതെ പോകുന്ന കാരണം അവിടെ ചട്ടങ്ങൾ കൊടുത്തു, കൽപ്പനകൾ കൊടുത്തു, പ്രമാണങ്ങൾ കൊടുത്തു. എന്നാൽ അവർക്ക് വേണ്ടതുപോലെ പാലിക്കാൻ കഴിഞ്ഞില്ല. കാരണം ദൈവത്തെ ആരാധിക്കുന്നതാണ് ദൈവത്തിന് ഏറ്റവും പ്രധാനം. അതുകൊണ്ടാണ് മോശയിലൂടെ ഫറവോനോട് പറഞ്ഞത്, എൻ്റെ ജനത്തെ ആരാധിപ്പാൻ നീ വിട്ടയക്കണം, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ നീ വിട്ടയക്കണം. അങ്ങനെ
അടിക്കടി കൽപ്പന കൊടുക്കുന്നു. പക്ഷേ ഫറവോൻ്റെ മനസ്സ് കഠിനപ്പെട്ടു പോയി. അങ്ങനെ കഠിനപ്പെട്ടു പോയി കഴിഞ്ഞപ്പോൾ ബാധകൾ ഒന്നൊന്നായി വരുന്നു. ഓരോ ബാധകൾ കയറുമ്പോൾ ഫറവോൻ പറയും, ഞാൻ വിട്ടയക്കാം, ഇതങ്ങ് മാറ്റിത്തരണേ, അല്ലെങ്കിൽ ഇതങ്ങ് മാറ്റിത്തരണേ. അന്നേരം അതങ്ങ് മാറ്റി കൊടുക്കും. പിന്നെ കഠിനപ്പെടുന്നു. പിന്നെ വിട്ടയക്കാതെ കഠിനപ്പെട്ട ഫറവോനെ ആ ചെങ്കടലിൽ മുക്കിക്കളഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ മക്കളെ അക്കരെ നാട്ടിൽ കനാന്റെ ദേശത്തേക്ക് എത്തിച്ചതെന്ന് ഓർക്കുമ്പോൾ, ആ നിലയിൽ നമ്മൾ കടന്നു പോകുന്ന ഈ വിഷയത്തിൽ ദൈവത്തിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് എന്നെ ആരാധിക്കണം, എൻ്റെ ജനം എന്നെ ആരാധിക്കണം. ആ നിലയിലാണ് നമ്മളെപ്പോഴും പുതിയ നിയമത്തിൽ നമ്മൾ കണ്ട അധരഫലമെന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ പഴയ നിയമകാലത്ത് അങ്ങനെ ആരാധനയ്ക്ക് എടുത്തിയ കൂടാരത്തിൽ യാഗങ്ങളും വഴിപാടുകളും അർപ്പിക്കുമ്പോൾ ചട്ടങ്ങൾ കൊടുത്തു, പ്രമാണങ്ങൾ കൊടുത്തു. പക്ഷേ നിലനിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല. നിലനിൽക്കാൻ കഴിയാതെ പോകുമ്പോൾ എന്ത് പറ്റി? ഒരുത്തനൊരു പാപം ചെയ്താൽ ഒരാടിനെയോ ഒരു മൃഗത്തെയോ കൊണ്ടുവരണം. അത് ഊനമില്ലാത്തതായിരിക്കണം. ഒരു കുഴപ്പം അതിനുണ്ടാകരുത്. ആ മൃഗത്തിൻ്റെ മേളിൽ ഈ ജീവി ആരാണോ ആ പാപം ചെയ്തത് മൃഗത്തിൻ്റെ മേളിൽ ചുമത്തിക്കഴിഞ്ഞേച്ച് ആ മൃഗത്തെ അറക്കണം. അങ്ങനെയാണ് പരിഹാരം വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ പരിഹാരം വന്നുകൊണ്ടിരുന്നപ്പോൾ കാരണം പാപം നിർത്താൻ വേണ്ടിയാണ് ദൈവം അത് ചെയ്തത്. പക്ഷേ എന്ത് പറ്റി? ഇവർക്ക് ആടുമാടുകൾ വർദ്ധിക്കാൻ തുടങ്ങി, ഇവർക്ക് മൃഗസമ്പത്ത് വർദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ ചിന്തിച്ചു, നമുക്ക് വേണ്ടതുപോലെ ഇനിയും പാപം ചെയ്തുകൊണ്ടിരിക്കാമല്ലോ. ഒരു ആടിനെ കൊടുത്താൽ മതിയല്ലോ, ഒരു കാളയെ കൊടുത്താൽ മതിയല്ലോ, പോയി അർപ്പിച്ചാൽ മതി. അതുകൊണ്ട് നമുക്ക് ഇനിയും പാപം ചെയ്യാം. ഇവിടെയാണ് അവർക്ക് പറ്റിയ അപകടം. നമ്മളെപ്പോഴും നമ്മളത് ഓർക്കണം. കൃപ പെരുകുന്നത് കൊണ്ട് പാപം ചെയ്തുകൊണ്ടിരിക്കരുത്, ഒരു നാളും അരുതെന്നാണ്. യേശുക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തിലൂടെയാണ് അതിനെല്ലാം പരിഹാരം വന്നത്. ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം, ഇവരാ ഓരോ മൃഗത്തെ അറുക്കും തോറും അവർക്ക് പിന്നീട് പാപം ചെയ്യാനുള്ള പ്രേരണകൾ വന്നു. അങ്ങനെ അവർ അധപ്പതിച്ചു പോകുന്നു. പ്രവാചകന്മാർ എഴുന്നേൽക്കുന്നു, പുരോഹിതന്മാർ പലരെഴുന്നേൽക്കുന്നു, ന്യായാധിപന്മാർ എഴുന്നേൽക്കുന്നു, ഒരുപാട് ചട്ടങ്ങളും കൽപ്പനകളും അവർക്ക് കൊടുക്കുന്നു. പക്ഷേ ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്ത് ഇങ്ങനെ വരികയാണ്. അതുകൊണ്ടാണ് മീഖയുടെ പ്രവചനത്തിൽ നമുക്കൊരു വാക്യം വായിക്കാം. മീഖയുടെ പുസ്തകത്തിൽ പ്രവചനം 6-ാം അധ്യായം, മീഖയുടെ പ്രവചനം 6-ാം അധ്യായത്തിൽ 6-ാം അധ്യായത്തിൻ്റെ 6-7 ഒന്ന് വായിച്ചാട്ടെ. എന്തോന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്നു അത്യുന്നത ദൈവത്തിൻ്റെ മുമ്പാകെ കുമ്പിടേണ്ടു. ഞാൻ ഹോമയാഗങ്ങളോടും 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാങ്ങളോടും കൂടെ അവൻ്റെ സന്നിധിയിൽ ചെല്ലണമോ? 1000 ആട്ടുകൊറ്റനിലും 10,000 തൈല നദിയിലും യഹോവ പ്രസാദിക്കുമോ? എൻ്റെ അതിക്രമത്തിന് വേണ്ടി ഞാൻ എൻ്റെ ആദ്യജാതനെയും ഞാൻ ചെയ്ത പാപത്തിന് വേണ്ടി എൻ്റെ ഉദരഫലത്തെയും കൊടുക്കണമോ? മതി കേട്ടല്ലോ. ഇതിൻ്റെ അർത്ഥം ഇവർ ഓരോന്ന് ചോദിക്കുക, ഇനി എന്തോന്നുകൊണ്ട് ഞാൻ ദൈവസന്നിധാനത്തിൽ വരണം? ഞാൻ അത്യുന്നതൻ്റെ മുമ്പാകെ കൊണ്ടുവരണം. ഞാൻ ഹോമയാഗങ്ങളുടെ 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാവിനെ കൊണ്ടുവരണം. ഞാൻ കൊണ്ടുവരാം, കാരണം എനിക്കിഷ്ടം പോലെ കാളക്കിടാവുണ്ട്. ഞാനിനി ഏതെങ്കിലും മറ്റേതെങ്കിലും ദൈവസന്നിധാനത്ത് എന്തോ ഞാൻ കൊണ്ടുവരേണ്ടത്? 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാവ് അവൻ്റെ സഹിതത്തിലോ? ഇനി 1000 ആട്ടുകൊറ്റനിലുണ്ടോ? 10,000 തൈല നദിയിലും പ്രസാദിക്കുമോ? ഇതൊക്കെ ചെയ്തുകൊണ്ട് ആട്ടുകൊറ്റന്മാർ എത്ര വേണേലും ഞാൻ തരാം, എത്ര ആടിനെ വേണേലും ഞാൻ തരാം, ഏത് നിലയിൽ ഞാൻ തൈല നദി ഒഴുക്കാം, എൻ്റെ ഉദരഫലത്തെ തരണോ അതിന് ഞാൻ തയ്യാറാണ്. പക്ഷേ എൻ്റെ പാപത്തിൽ എനിക്ക് തുടരണം. ഇതാണ് അപകടം. നമ്മൾ ഓർക്കണം, നമ്മൾ പാപത്തിൽ തുടർന്നുകൊണ്ട് ഈ ദൈവത്തിൻ്റെ ആലയത്തിൽ ആരാധന കഴിച്ചുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ടാണ് പഴയ നിയമ ഇസ്രായേൽ ചോദിക്കുന്നത്, ഞാനിനി എന്തോ തരണം? കാരണം അവർക്ക് പ്രമാണം എന്തുവാ? പാപം ചെയ്താൽ ആടിനെ കൊടുത്താൽ മതി, പാപം ചെയ്താൽ മൃഗത്തെ അറുത്താൽ മതി. അവർക്ക് ഈസിയാണ്, കാരണം മൃഗസമ്പത്ത് വർദ്ധിച്ചു. ഇന്നത്തെ ആത്മീക ലോകത്തിൽ പണം ഒരുപാട് പെരുകി, ഒരു കുഴപ്പമില്ല, എന്തും ചെയ്യാം. പള്ളിയിൽ എന്തെങ്കിലും കുറച്ച് കൊടുത്താൽ മതിയല്ലോ, പള്ളിയിൽ എന്തെങ്കിലും ഇഷ്ടംപോലെ പൈസ കൊടുക്കാം. ഇതല്ല പ്രമാണം. ഹല്ലേലൂയ. പാപത്തോട് നീ കൂട്ടു നിൽക്കുന്നതിൽ ദൈവം ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യുകയില്ല. അതുകൊണ്ടാണ് 6-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം ഒന്ന് വായിച്ച സിസ്റ്ററെ. 6-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം, മനുഷ്യ നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു, ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താവുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? കേട്ടല്ലോ, ഇതാണ് ദൈവത്തിന് അന്നും ഇന്നുമുള്ള സന്ദേശം. നീ ചോദിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ഉദരഫലത്തെ തരണോ? തരാം. ആട്ടുകൊറ്റനെ തരണോ? തരാം. എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ ദൈവത്തിൻ്റെ സന്ദേശമുണ്ട്, മനുഷ്യ
നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. നീ ദയാതൽപരനായിരിക്കാനും താഴ്മയോടെ ഇരിക്കണം. ഇതെല്ലാ കാലത്തുമുള്ള സന്ദേശമാണ് സഹോദര സഹോദരി. നിന്റെ പണപ്പെരുപ്പം കൊണ്ടോ നിന്റെ ഇങ്ങനെയുള്ള ദൈവസന്നിധാനത്തിൽ ഇങ്ങനെ കുറച്ച് സ്തോത്ര കാഴ്ചകളുടെ കൂടുതൽ കൊണ്ടോ നിന്റെ സ്വഭാവം വ്യത്യാസപ്പെടുന്നില്ലെങ്കിൽ ദൈവം പ്രസാദിക്കുകയില്ല. എന്നാൽ നേരെ ചൊവ്വേ നീ ജീവിച്ച് വിധവയുടെ 2 കാശ് പോലെ നീ അത്രമാത്രം കൊടുത്താൽ മതി. അവിടെയോട് ദൈവപ്രസാദം. പണം കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് വിചാരിക്കരുത്. നിന്റെ ജീവിതം ശരിയാകണം. മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. നിന്റെ ദൈവസന്നിധാനത്തിൽ നീ താഴ്മയോടെ നടക്കണം. ഇനി നമ്മൾ എബ്രായത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അറിയാമല്ലോ, ഈ കൂടാരം ഇതുകൊണ്ടൊക്കെയാണ് പൂർണ്ണതയിലേക്ക് വരുവാൻ കഴിയാതെ ഇരുന്നത്. എന്നാൽ ഈ കൂടാരം പണിയുമ്പോഴും ദൈവത്തിൻ്റെ മനസ്സിലെ പ്ലാൻ എന്തുവരുന്നതെന്ന് അറിയണമെങ്കിൽ പുറപ്പാട് പുസ്തകത്തിലേക്ക് വരണം. പുറപ്പാട് പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം ഒന്ന് വായിക്കാമോ? 26:15. തിരുനിവാസത്തിന്റെ ഗദ്ദിര മരം കൊണ്ടും നിവരെ നിൽക്കുന്ന പലകകളും ഉണ്ടാക്കണം. ഓരോ പലകയ്ക്ക് 10 മുഴം നീളവും 1.5 മുഴം വീതിയും ഉണ്ടായിരിക്കണം. 17 കൂടെ വായിച്ചു. ഓരോ പലകയ്ക്ക് ഒന്നോടൊന്ന് ചേർന്നിരിക്കുന്ന 2 കുടുമ ഉണ്ടായിരിക്കണം. തിരുനിവാസത്തിന്റെ പലകയ്ക്കൊക്കെയും അങ്ങനെ തന്നെ ഉണ്ടാകും. മതി. ഞാൻ പറഞ്ഞല്ലോ, ഈ തിരുനിവാസം, അതായത് സമാഗമന കൂടാന ആലയത്തിൻ്റെ പണി ദൈവം തിരഞ്ഞെടുത്ത മരമാണ് തിരുനിവാസത്തിൻ്റെ കതിരമരം കൊണ്ട് നിവരെ നിൽക്കുന്ന പലകകൾ. ഈ കതിരമരം കാട്ടിൽ വളരുന്ന മരമാണ്. ഓർക്കണം, ഇത് ആത്മീയ അർത്ഥത്തിലേക്കാണ് നമ്മൾ വരുന്നത്. കാട്ടിൽ വളരുന്ന ഈ മരം ആർക്കും വേണ്ട, ആരും അംഗീകരിക്കത്തില്ല. ആ കാട്ടിൽ വളരുന്ന മരം കൊണ്ടാണ് ഈ തിരുനിവാസത്തിൻ്റെ പലകകൾ ഉണ്ടാക്കുവാൻ കൽപ്പന കൊടുക്കുന്നതെന്ന് നമ്മൾ ഓർക്കുമ്പോൾ എല്ലാവരാലും അവഗണിക്കപ്പെട്ട ആ മരം, കാരണം അതിൻ്റെ ആ മുള്ളുകളുള്ള മരമാണ്. അത് എത്ര ചിന്തയിലിട്ട് ചെയ്യാലും എങ്ങനെയൊക്കെ ചെയ്താലും രൂപഭംഗിപ്പെടുത്താൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ആരും അതിനെ ഗൗനിച്ചില്ല, അത് കാട്ടിക്കിടക്കത്തുള്ളൂ. എന്നാൽ എൻ്റെ ദൈവം തിരഞ്ഞെടുത്തത്, ആലയം പണിക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് ആ കാട്ടിൽ കിടന്ന മരമായിരിക്കുന്നു എന്ന് ഓർക്കണം. നമ്മളെ തന്നെ ചിന്തിച്ച് നമ്മളെവിടെ ആയിരുന്നു? പാപത്തിൻ്റെ അടിമത്തത്തിൽ, അന്ധകാരത്തിൻ്റെ കീഴിൽ, നാശകരമായ കുഴിയിൽ എല്ലാവരും അവഗണിക്കപ്പെട്ടിരുന്നു. അങ്ങനെയുള്ള ഇടയിൽ നിന്ന് നമ്മെ അവിടെ നിന്ന് ഉയർത്ത് ആരാധന ആലയത്തിലെ ഉപകരണങ്ങളാക്കിയപ്പോൾ എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. ഈ കതിരമരത്തെ ദൈവം അവിടെ നിന്ന് കൊണ്ടുവന്ന് ആരാധന ആലയത്തിൻ്റെ പണിയിലേക്ക് കൊണ്ടുവരുമ്പോൾ കതിരമരത്തെ എന്ന് പറഞ്ഞാൽ, അയ്യോ എന്നെ ഗമനിക്കാൻ ആരുമില്ലായിരുന്നു, എൻ്റെ ചുറ്റുപാട് ഒത്തിരി മരങ്ങൾ ഉണ്ടായിരുന്നല്ലോ, എന്നെ തിരഞ്ഞെടുത്ത് ഈ ആരാധനാലയത്തിൽ കൊണ്ടുവന്നല്ലോ. തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? പലതിനെ തള്ളി മാറ്റിയിട്ട് ഒന്നിനെ എടുക്കുന്നതല്ലേ? പലതിനെ മാറ്റി എന്നിട്ട് ഒരുത്തനെ, ഒരു ഒറ്റ മരത്തെയാണ് തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ ഓർക്കണം, ഈ സമാഗമന കൂടാരത്തിൻ്റെ ആലയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പുറപ്പാട് 25-ാം അധ്യായം മുതൽ ഒരു 40 അധ്യായം വരെ ഉണ്ട്. ഓർക്കണം, നമ്മളതെപ്പോഴും 15 അധ്യായങ്ങൾ എടുത്തു. ഇതിന് എങ്ങനെയായിരിക്കണം, ഇതിന് എവിടെയാണ് ഇത് പ്രതിഷ്ഠിക്കേണ്ടത്, ഏത് മരം, ഏത് അളവ്, എന്തും ഇങ്ങനെ ഉണ്ടായിരിക്കണം, കൽപ്പിച്ചതുപോലെ ചെയ്യണം, ഉപകരണങ്ങൾ എത്രമാത്രം വിശുദ്ധമുള്ളതായിരിക്കണം. ഇതൊക്കെ വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ട് മോശയ്ക്ക് കൊടുക്കുമ്പോൾ ഓർക്കണം, ആരാധന ആലയത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ മനോഭാവം നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 1-2 അധ്യായം മാത്രമേ എടുത്തിട്ടുള്ളായിരുന്നു ഈ ഭൂലോകത്തെ സൃഷ്ടിച്ചത് എഴുതിയെടുക്കാൻ. നമ്മൾ ഓർക്കണം, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുവാൻ, ആകാശവും ഭൂമിയും സൃഷ്ടിക്കുവാൻ, ഈ മൃഗങ്ങളെയും പക്ഷികളെയും അല്ലെങ്കിൽ സസ്യജന്തുക്കളെയും സൗരയൂഥത്തിലുള്ള എല്ലാ ഗോളങ്ങളെയും സൃഷ്ടിക്കുന്ന സൃഷ്ടിപ്പ് ആ ഉൽപ്പത്തി 2:1 വായിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ ആകാശവും ഭൂമിയും അതിലുള്ള എല്ലാം തികഞ്ഞു, സകല സൃഷ്ടിയും തികച്ചുന്ന ഈ ദൈവത്തിൻ്റെ പ്രവൃത്തി അറിയിക്കുവാൻ ഒരധ്യായമേ എടുത്തുള്ളൂ. എന്നാൽ നമ്മൾ ദൈവത്തോട് എങ്ങനെ ആയിരിക്കണം, നമ്മൾ ദൈവത്തിൻ്റെ ആലയത്തിൽ എങ്ങനെ ആയിരിക്കണം, ആരാധനാലയത്തിൽ നമ്മൾ എന്തായിരിക്കണമെന്ന് എഴുതുവാൻ 15 അധ്യായം എടുത്തെങ്കിൽ നീ ഓർക്കണം, സഹോദര സഹോദരി, നീ ദൈവത്തോടുള്ള മനോഭാവത്തിൽ ദൈവവാദപീഠത്തിൽ എങ്ങനെയായിരിക്കണം. എനിക്ക് വേണ്ടി ദൈവം എന്ത് ചെയ്യും, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് കാത്തിരിക്കാതെ ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി എന്താണ് ചെയ്യുന്നത്, അവിടെയാണ് നിന്റെ വിഷയം. കാരണം ദൈവം ചെയ്ത പ്രവൃത്തി ഒറ്റ അധ്യായത്തിൽ ഒതുക്കി ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ ഒറ്റ
വാക്കിലത് ഒതുക്കി. അതെത്രയേ ഉള്ളൂ, അതിൽ കൂടുതൽ ദൈവത്തിന് പറയാനില്ല. എന്നാൽ നമ്മളെങ്ങനെയായിരിക്കണം? ഇതിന് 10 ഉത്തമ ഉദാഹരണമാണ് ഗിരിപ്രഭാഷണം. ഓർക്കണം, മത്തായി 5, 6, 7 പറയുമ്പോൾ എന്തുമാത്രം ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് എത്ര വാക്യങ്ങളുണ്ട്? നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ്. ആ 5, 6, 7, 3 അധ്യായങ്ങളും നമ്മൾ വായിച്ചാൽ നമ്മൾ ഓർക്കണം, സഹോദര, നീ എന്ത് ചെയ്യണം? ആത്മാവിൽ ദരിദ്രരായിരിക്കണം. ഇങ്ങനെയുള്ളവർക്ക് ആ ഭാഗ്യമാരാണ്. ഇങ്ങനെ സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. കുല ചെയ്തരെന്ന് അറിയിച്ചിട്ടുണ്ടല്ലോ. നീ സഹോദരനോട് കോപിച്ചാൽ കൊലപാതകനാണ് എന്നു വേണ്ട. 5, 6, 7 ദ ലോങ്സ്റ്റ് സെർമൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പ്രീച്ചർ എന്ന് വിശേഷിപ്പിക്കാവുന്ന 5, 6, 7 അധ്യായങ്ങൾ ഞാൻ നിനക്ക് ചെയ്യാം, ഞാൻ നിന്നെ സൗഖ്യമാക്കാം, ഞാൻ നിന്റെ കടഭാരം മാറ്റാം, നീ എൻ്റെ അടുത്ത്. ഇതൊക്കെ ശരിയാണെങ്കിലും, ഇതൊക്കെ ദൈവത്തിൻ്റെ സ്വഭാവമാണെങ്കിലും, നമ്മളെങ്ങനെയാണ് ദൈവത്തോടെന്ന് പ്രതിപാദിക്കുന്ന 3 അധ്യായത്തിൽ എത്രയോ കാര്യങ്ങളാണുള്ളത് നമ്മൾ ഓർക്കണം. അർത്ഥാൽ ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് കരുതിക്കൊണ്ട് ഞാൻ കടഭാരം മാറിയാൽ എനിക്ക് കടഭാരം മാറി ഞാൻ ദൈവത്തെ സേവിക്കാം, എനിക്ക് രോഗസൗഖ്യം ഉണ്ടായി ഞാൻ ദൈവത്തെ സേവിക്കാം. അതല്ല വിഷയം. ഇതെല്ലാം ഈ പാക്കറ്റിലുള്ളതാണ്. അതിന് ഉത്തമ ഉദാഹരണമാണ് ഈ ഗിരിപ്രഭാഷണത്തിന് ശേഷം ഒരു കുഷ്ഠരോഗി ചെല്ലുന്നല്ലോ. ദൈവമേ, എന്നെ ഒന്ന് നിനക്ക് എന്നെ സൗഖ്യമാക്കാൻ കഴിയും. ഈ ഗിരിപ്രഭാഷണത്തിൽ ഒരിക്കൽ പോലും യേശു പറഞ്ഞില്ല, കുഷ്ഠരോഗി എൻ്റെ അടുത്ത് വരുമോ ഞാൻ നിന്നെ സൗഖ്യമാക്കാമെന്ന് പറഞ്ഞില്ലല്ലോ. ആ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ കാണിച്ചു കൊടുത്തില്ല. എന്നാൽ ഈ കുഷ്ഠരോഗിക്ക് മനസ്സിലായി, ഇവൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്യങ്ങൾ, ഇവന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഇവന് വേണ്ടി എങ്ങനെ ജീവിക്കണം, പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ഒഴിഞ്ഞു ജീവിക്കാനുള്ള മാർഗം ഇവൻ പറഞ്ഞു തരണമെങ്കിൽ ഇവനിൽ കുഷ്ഠരോഗത്തിൻ്റെ സൗഖ്യമുണ്ട്, ഇവനിൽ വിടുതലുണ്ട്, ഇവനിൽ സൗഖ്യമുണ്ട്, ഇവന് രോഗസൗഖ്യം. ഇതെല്ലാം ഈ കുഷ്ഠരോഗി മനസ്സിലാക്കിയാണ് മുട്ടുകുത്തുന്നത്. യേശു ക്രിസ്തു ഒരിക്കലും പോലും പറഞ്ഞില്ല, ആ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞില്ല, നിന്റെ അടുത്ത് വന്ന് മുട്ടുകുത്തി പറഞ്ഞാൽ ഞാൻ എനിക്ക് കാര്യം സാധിപ്പിക്കാമെന്ന്. ഇല്ല. പക്ഷെ അതിൽ അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ എപ്പോഴും അത് ഓർക്കണം. എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് ചെയ്യാനുള്ളത്, നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞില്ലേ? ഇനി നമ്മൾ ഓർക്കണം, സഹോദര സഹോദരി, ഞാൻ ദൈവത്തിന് വേണ്ടി എങ്ങനെ നിൽക്കണം, എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ എങ്ങനെ പ്രയോജനപ്പെടണം. അതായിരിക്കട്ടെ ഓരോ ദൈവ മക്കളുടെ ആ ലക്ഷ്യം. ആ നിലയിൽ വേണം നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകാൻ. നമ്മൾ എപ്പോഴും അത് ഓർത്തിരിക്കണം. അതാണ് ഇപ്പം ഞാൻ പറയാം, 4 സുവിശേഷത്തിൽ യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തികളും അല്ലെ രക്ഷയോടുള്ള ബന്ധത്തിൽ ചെയ്തെല്ലാം കഴിഞ്ഞു. എന്നിട്ട് എത്ര ലേഖനങ്ങളാണ്! ആ എത്രയോ ലേഖനങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടതല്ലേ അവിടെ എഴുതി വെച്ചേക്കുന്നത്. നമ്മളെന്താ, കാരണം യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തോട് കൂടി അവിടെ അവസാനിച്ചിരുന്നെങ്കിൽ ലേഖനത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ചു, രക്ഷിക്കപ്പെട്ടു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്താൽ രക്ഷിക്കപ്പെട്ടു, അതെല്ലാം കഴിഞ്ഞു. പിന്നെ ലേഖനത്തിൻ്റെ ആവശ്യം എന്താ? നീ എങ്ങനെ നടക്കണം, കുടുംബത്തിൽ നീ എന്തായിരിക്കണം, നിൻ്റെ ഭാര്യയോടുള്ള ഇടപാട് എങ്ങനെ ആയിരിക്കണം, നിൻ്റെ ഭർത്താവുമായിട്ട് നീ എങ്ങനെ ആയിരിക്കണം, നിൻ്റെ മക്കളോട് എന്തായിരിക്കണം, ഇതൊക്കെ വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് എഴുതി തന്നിരിക്കുന്ന എത്ര ലേഖനങ്ങളായിരുന്നു. ആ നിലയിൽ നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ എഴുതിയിരിക്കുന്നത്. അല്ലാതെ ദൈവം ഈ ലോകത്തിൽ വന്നപ്പോൾ അത്ഭുതം ചെയ്തു, സംഗതിയൊക്കെ ശരിയാണ്. ആ വെള്ളം വീഞ്ഞാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു, രോഗികളെ സൗഖ്യമാക്കി. പക്ഷെ അതിന് വേണ്ടിയല്ല വന്നത്. അവിടെയാണ് വിഷയം. അതുകൊണ്ടാണ് 5 അപ്പം കൊണ്ട് 5000 പേര് പോഷിപ്പിച്ചപ്പോൾ അപ്പമൊക്കെ തിന്നേച്ച് അവരങ്ങ് പോയി. 5000 പേരെ അവർ പോഷിപ്പിച്ചു. 5000-ൽ പരം, 5000 പുരുഷന്മാരെന്ന് പറയുമ്പോൾ ടോട്ടലി 12000-ന് മേളുണ്ടെന്ന് വെക്കണം. അത്രയും ജനങ്ങളെ വെച്ചിട്ട് ഇവരെല്ലാവരും സ്വർഗത്തിൽ പോയോ? അപ്പം നിന്നതിൻ്റെ കേസിൽ ഇല്ല. അവരപ്പം കഴിച്ചിട്ട് അവരങ്ങ് പോയി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീടാണ് ദൈവം അവരോട് പല കാര്യങ്ങൾ ഉദ്ദേശിച്ച് പറഞ്ഞപ്പോൾ അവർ പറയുന്നത്, അയ്യോ ഇത് കഠിനമാക്കാൻ ഞങ്ങളങ്ങ് പോവുക. കാരണം അപ്പം തരുന്ന കാര്യമോ ഞങ്ങളുടെ രോഗികളെ സൗഖ്യമാകുന്നതോ മരിച്ചവരെ ഉറപ്പിക്കുന്നതൊക്കെ ആണെങ്കിൽ കേട്ടിരിക്കാൻ സുഖമുണ്ട്, അവനെ നമുക്ക് രാജാവാക്കാം. ഇതായിരുന്നു അവർ ചിന്തിച്ചത്. പക്ഷേ നിത്യജീവങ്കിലേക്കുള്ള ഈ നിത്യജീവനിലെങ്കിലേക്കുള്ള വഴി പറഞ്ഞു കൊടുത്ത് ആ നിലയിൽ പറഞ്ഞപ്പോഴാണ്, അയ്യോ അങ്ങനെയൊന്നും ജീവിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല, ഇതൊക്കെ കഠിനമാക്കാൻ ഞങ്ങളങ്ങ് പോവുക. ഇവിടെയാണ് അപകടം. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾക്ക് വേണ്ടിയുള്ള സമൃദ്ധിക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്ത അല്ല സഹോദര സഹോദരി, നീ ദൈവത്തെ സേവിക്കേണ്ടത്. എന്തെല്ലാം വന്നാലും എനിക്ക് ചെയ്ത് വേണ്ടതെല്ലാം നീ ചെയ്തു കഴിഞ്ഞു. ഇനി ഞാൻ ഇത്ര കഷ്ടങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ അനുഭവിച്ചു പോയാലും അവിടെയെല്ലാം എൻ്റെ ദൈവം എന്നെ നടത്തും. എൻ്റെ കർത്താവിന് വിശ്വസ്തനാണ്. എൻ്റെ ദൈവം എൻ്റെ കരത്തിൽ പിടിച്ചിട്ടുണ്ട്. ഈ പാസ്റ്റർ റോയിൻഡ്രൻ എത്ര പ്രതിസന്ധികൾ അനുഭവിച്ചു, പക്ഷെ ഇന്നും എരിഞ്ഞ് ശോഭിക്കുന്ന വിളക്കായിട്ട് നമ്മുടെ നടുവിലില്ലേ? ഇന്നും പ്രശ്നമുണ്ട്, ഇന്നും പ്രതികൂലമുണ്ട്, ഇന്നും പ്രയാസമുണ്ട്. പക്ഷെ ഇതൊന്നും ആരാധനയിൽ ബാധിക്കുകയില്ല. ഞാൻ പറഞ്ഞു വന്നത്, കതിരമരം കാട്ടിൽ നിന്ന് മുള്ള് പിടിച്ച മരത്തെ
കൊണ്ടുവന്നപ്പോൾ ഓർക്കണം, ആ നിലയിലാണ് നമ്മളെ ദൈവാലയത്തിലേക്ക് കൊണ്ടുവന്നത്. അവിടെ ഒത്തിരി കഴിഞ്ഞതിന് ശേഷം ഒരു മരം വീഴണമെങ്കിൽ വെട്ടണ്ടേ? കതിരമരം വെട്ടിയെടുക്കണമല്ലോ. വെട്ടുകൊണ്ട് വീണ് കഴിഞ്ഞു. ഇതുപോലെ തന്നെയാണ് ഇത്. ജീവനും ചൈതന്യവും പ്രാണനെയും ആത്മാവിനെയും സന്ധി മച്ചകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്ന തിരുവചനമാണ് ഈ വാള്. ഈ തിരുവചനമാണ് ഈ വാളെന്ന് നമ്മൾ ഓർക്കണം. ഈ വാളിൻ്റെ വെട്ട് കൊണ്ടാണ് നമ്മൾ വീഴേണ്ടത്. ഹല്ലേലൂയ, താങ്ക് യു. ഈ വാളാണ്, ആ വാളിൻ്റെ വെട്ട് കൊണ്ട് വീണ് കാട്ടിൽ കിടന്ന നമ്മളെ വചനമാകുന്ന വാളാൽ നമ്മൾ വെട്ടേറ്റു. അങ്ങനെ നമ്മൾ നിലത്ത് വീണു. അവിടെയാണ് ആ മരം അവിടെ വീണു. ആ നെടുമ്പോട് ദൈവസന്നിധാനത്തിൽ വീഴണം. വചനമാകുന്ന ആ വാള് നിന്റെ ഹൃദയത്തിൽ തുളച്ച് കയറുമ്പോൾ നീ മറുതലിക്കരുത്. വചനമാകുന്ന വാള് നിന്റെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ നീ അവിടെ വെട്ടുകൊണ്ട് മരം വീണതുപോലെ, കതിരമരം വീണതുപോലെ നീ നെടുമ്പോട് വീഴണം ദൈവസന്നിധാനത്തിൽ. അവിടെയാണ് അനുഗ്രഹം. അതിൻ്റെ ശേഷമാണ് ആ ദൈവ ആരാധന ആലയത്തിൻ്റെ പണിക്ക് വേണ്ടി ഈ മരം വരുന്നെന്ന് ഓർക്കണം. ഇനി വീണ് കിടന്നാൽ മാത്രം മതിയോ? അവിടെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തോട് ചോദിക്കണം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്. അതിന് ഉദാഹരണമാണ് അപ്പോസ്തലപ്രവൃത്തി 9 വന്നേ. അപ്പോസ്തലപ്രവൃത്തി 9, അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. അവൻ നിലത്ത് വീണ്, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്ന എന്തെന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടല്ലോ. അവൻ നിലത്ത് വീണ്. എങ്ങനെ വീണു? വചനമാകുന്ന വാളാൽ അവന് വെട്ടേറ്റു. അവൻ നിലത്ത് വീണു. എന്നിട്ട് നീ ആരാകുന്നു കർത്താവേ? പൗലോസ് ആരായിരുന്നു? ഈ ക്രിസ്ത്യാനികളെ മുഴുവൻ ഉപദ്രവിക്കുവാൻ ദമസ്കോസിൻ്റെ പടിവാതിൽക്ക് എത്തുകയാണ്. എന്ന് പറഞ്ഞാൽ ദമസ്കോസിൽ ഈ മാർഗ്ഗക്കാരായ വല്ല പുരുഷന്മാരോ സ്ത്രീകളോ കണ്ടാൽ അവരെ പിടിച്ച് കെട്ടിക്കൊണ്ട് യെരുശലേമിൽ കൊണ്ടുവരാൻ വാഹനമൃഗത്തിൻ്റെ മുമ്പിൽ യാത്ര ചെയ്ത് മുൻപോട്ട് പോവുക. അങ്ങനെ പോയി കഴിയുമ്പോഴാണ് സൂര്യനെ വെല്ലുന്ന ഒരു വെളിച്ചം, വചനമാകുന്ന വാൾ ആ നിരത്തിൽ ഇറങ്ങി വന്നു. അവൻ അവിടെ വാഹനമൃഗത്തിൻ്റെ പുറത്തുനിന്ന് നിലത്തു വീണു. നീ ആരാകുന്നു കർത്താവേ എന്ന് പറഞ്ഞാൽ വചനമാകുന്ന വാള് കൊണ്ട് നീ വെട്ടുകൊണ്ട് വീണാൽ പിന്നെ ചോദിക്കണം, കർത്താവായിട്ട് നീ അംഗീകരിക്കണം. കർത്താവായിട്ട് അംഗീകരിച്ചെങ്കിൽ മാത്രമേ, എന്ന് പറഞ്ഞാൽ യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ നീ രക്ഷിക്കപ്പെടുമെന്ന് നമ്മൾ വായിക്കുന്നത് പോലെ ഈ കർത്താവിനെ വായി കൊണ്ട് ഏറ്റുപറഞ്ഞ് കർത്താവേ എന്ന് ഉടനെ വിളിക്കത്തക്കതുപോലെ അവൻ്റെ ജീവിതത്തിൽ മാനസാന്തരമുണ്ടായി. നീ ആരാകുന്നു കർത്താവേ? കാരണം ഇവൻ ഉപദ്രവകാരിയായിരുന്നു, ദൂഷകനായിരുന്നു. ഈ ക്രിസ്ത്യാനികളെല്ലാം പിടിച്ചു കെട്ടുന്നവനായിരുന്നു. ആ ദൈവം കണ്ടു. ദൈവം കണ്ടപ്പോൾ, ദൈവം നോക്കിയപ്പോൾ, ഇവന് എൻ്റെ ജനത്തെ, എൻ്റെ സഭയൊക്കെ പിടിച്ചു കെട്ടി ഉപദ്രവിച്ച് കൊണ്ടുപോകുന്നതിൽ എത്രമാത്രം ഉത്സാഹം, എത്രമാത്രം ശുഷ്കാന്തി. അവൻ നിൽക്കുന്ന പ്രസ്ഥാനത്തിനുള്ള കൂറാണ്. ഓർക്കണം, നിൽക്കുന്ന ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് അവരെ ഉപദ്രവിച്ച് കൊണ്ടുപോകുവാൻ മഹാപുരോഹിതൻ്റെ അധികാരപത്രം വാങ്ങി ഈ വാഹനമൃഗത്തിൻ്റെ പുറത്ത് യാത്ര ചെയ്ത് ഇവരെ ഉപദ്രവിച്ച് കൊണ്ടുപോകാൻ എന്ത് ഉത്തേജനത്തോടെ, ഉത്സാഹത്തോടെ, വീറോടെ, ശുഷ്കാന്തിയോടെ പ്രവർത്തിച്ചപ്പോൾ എൻ്റെ ദൈവം കണ്ട്, ഇവനെ ഞാൻ പിടിച്ച് ഇപ്പുറത്തിട്ടാൽ എനിക്ക് വേണ്ടി ഇവൻ ഇതുപോലെ നിൽക്കും. ഇവനെ ഞാൻ പിടിച്ച് ഈ സൈഡിലിട്ടാൽ എനിക്ക് വേണ്ടി അവൻ സാക്ഷിയാകും. അതുകൊണ്ടോട് ഹല്ലേലൂയ, ഇത് പറയുമ്പോൾ എൻ്റെ ഹൃദയം നന്ദി കൊണ്ട് നിറയുന്നു. ഇവനെ ഞാൻ പിടിച്ച് ഈ ഭാഗത്തേക്ക് ഇട്ടാൽ ഇതുപോലെ അവൻ എനിക്ക് വേണ്ടി പ്രയോജനപ്പെടും. അതുകൊണ്ടാണ് അനന്യാസിനോട് പറഞ്ഞത്, അവൻ എൻ്റെ നാമത്തിന് വേണ്ടി എന്തെല്ലാം കഷ്ടം അനുഭവിക്കുമെന്ന് ഞാൻ അവനെ കാണിക്കും. കാരണം ഇനി എന്തെല്ലാം വന്നാലും എനിക്ക് വേണ്ടി ഇവൻ നിൽക്കുമെന്ന് എൻ്റെ ദൈവം മനസ്സിലാക്കി. ഹല്ലേലൂയ, സന്തോഷത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇതാണ് വെട്ടേറ്റ് നിലത്ത് വീണ് കഴിഞ്ഞപ്പോൾ അവിടെ ചോദിക്കുന്നത്, നീ ആരാകുന്നു കർത്താവേ? അപ്പോഴാണ് കൽപ്പന കൊടുക്കുന്നത്. ആ നിലയിൽ പൗലോസിനെ അവിടെ രൂപാന്തരപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ നമുക്കറിയാം, ഒരു കതിരമരം വെട്ടേറ്റ് നിലത്ത് വീണാൽ അതിനുശേഷം അതിനെ രൂപഭംഗിപ്പെടുത്തണം. ഒരുപാട് കാര്യങ്ങൾക്ക് ശേഷമാണ് ആരാധന ആ ആലയത്തിലേക്ക് വരേണ്ടത്. എന്നതുപോലെ അവിടെ കൊടുത്ത കൽപ്പന അനന്യാസിനോട് കർത്താവ് പറഞ്ഞ് അവിടെ വരുന്നു. ദർശനത്തിൽ അനന്യാസിനോട് പറഞ്ഞു, നീ അവിടെ ചെന്നിട്ട് ഈ ശൗലെന്ന് പറയുന്നവനെ അന്വേഷിക്കണം, അവൻ പ്രാർത്ഥിക്കുക. അന്നേരം അനന്യാസ് പറഞ്ഞത്, അയ്യോ എത്രമാത്രം ദോഷം ചെയ്ത മനുഷ്യനാ. ഇല്ല, നീ പൊക്കോ, കാര്യങ്ങളൊക്കെ ഞാൻ ക്രമീകരിച്ചോളാം. അനന്യാസ് അവിടെ ചെന്ന്, അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കിലാണ് പൗലോസ് അന്ധനായി 3 ദിവസം അന്ധനായിട്ട് കണ്ണ് കാണാൻ തപ്പിത്തടയുക. ആരാരെന്ന് ഓർക്കണം. അതിനുശേഷം
അനന്യാസി എന്ന് പ്രാർത്ഥിച്ചു. അത് എഴുന്നേൽക്കണം അറിയണമെങ്കിൽ അനന്യാസി എന്ന് പ്രാർത്ഥിക്കുമ്പോൾ 17 വാക്യം ഒന്ന് വായിച്ചാട്ടെ. അങ്ങ് ആ ആ ഇനി 18 വായിച്ചോ. കണ്ടല്ലോ, ഈ നിലയിൽ പൗലോസിനെ ഒരുക്കിയെടുക്കുമായിരുന്നു. നിലത്ത് വീണു ആരാകുന്നു കർത്താവ് എന്ന് ചോദിക്കുന്നു. ഇനി എങ്ങനെ പൗലോസിനെ രൂപാന്തരപ്പെടുന്നു? ഇല്ല, ഖദരമരത്തെ രൂപാന്തരപ്പെടുത്തി ശരിയായിട്ടൊക്കെ എല്ലാം കൊണ്ടുവന്ന് ആലയത്തിലേക്ക് വരണ്ടായോ? ഈ ആത്മീയ അർത്ഥത്തിൽ ചിന്തിക്കണം. അങ്ങനെ പൗലോസ് അങ്ങനെ കഴിഞ്ഞ് കണ്ണ് കാണാതെ 3 ദിവസം, ആഹാരം കഴിക്കാതെ 3 ദിവസം, ഇതെല്ലാം കഴിഞ്ഞിട്ട് കാഴ്ച പ്രാപിച്ചപ്പോഴെന്തുവാ ചെയ്തതെന്നറിയാമോ? ആദ്യം പോയി ആഹാരം കഴിക്കുമായിരുന്നോ? അല്ല. ശ്രദ്ധിച്ചെന്ന് നോക്കിയേ. ആദ്യം പോയി ആഹാരം കഴിക്കുക അല്ല ചെയ്തത്. ചെതുമ്പൊല്ലുപോലെ വീണു, കാഴ്ച ലഭിച്ച് അവൻ എഴുന്നേറ്റ് എന്തോ ചെയ്ത്? അവൻ എഴുന്നേറ്റ് ഉടനെ അയ്യോ ഞാൻ 3 ദിവസമായി ആഹാരം കഴിച്ചിട്ട് എനിക്ക് വിശക്കുന്ന വല്ലതും തരണമെന്നല്ല പറഞ്ഞത്. അയ്യോ എനിക്ക് അതിനെക്കോട്ടി മുമ്പേ സ്നാനപ്പെടണം. ഹല്ലേലൂയാ, എനിക്ക് അതിനെക്കോട്ടി മുമ്പേ സ്നാനമേൽക്കണം. അത് കഴിഞ്ഞിട്ട് മതി എനിക്ക് ആഹാരം. ഹല്ലേലൂയാ, എത്ര പേർക്ക് സന്തോഷമുണ്ട്? അത് കഴിഞ്ഞിട്ടാണ് അവൻ ആഹാരം കഴിച്ചത് എന്ന് പറഞ്ഞാൽ സ്നാനത്തിന്റെ പ്രാധാന്യം എന്തുമാത്രമാണെന്ന് നീ മനസ്സിലാക്കണം. പലരും ചിന്തിക്കുന്നുണ്ട് ജാതികൾക്ക് വേണ്ടിയാണ്. അല്ല, പൗലോസ് പക്കാ യഹൂദനാ, ബെന്യാമിൻ ഗോത്രക്കാരനാ. പൗലോസ് യഹൂദൻ തന്നെയാണ്. ആ യഹൂദനെ പോലും ഈ വിഷയത്തിൽ ഉണ്ടായപ്പോൾ ഇനി എനിക്ക് വിശപ്പിന് ആഹാരം തരണം എന്നല്ല പറഞ്ഞ്, അയ്യോ എനിക്ക് സ്നാനപ്പെടണം, അതിനുശേഷം മതി ആഹാരം. അങ്ങനെ വിശ്വസിച്ച് സ്നാനപ്പെട്ടാണ് പോകുന്നത്. അതുകൊണ്ട് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്നുള്ള സന്ദേശം ഉള്ളിൽ ക്രിയ ചെയ്താണ് പൗലോസ് ആ സ്റ്റെപ്പിലെടുത്ത് നമ്മൾ ഓർക്കണം. ഷണ്ണൻ്റെയും പീലിപ്പോസിൻ്റെയും കേസിൽ ഇത് തന്നെയാണ്. പീലിപ്പോസ് ചോദിക്കുന്നുണ്ട്, എനിക്ക് ഇതാ വെള്ളം, സ്നാനമേൽക്കാൻ എന്ത് പറയാം? പീലിപ്പോസ് ചോദിക്കുന്നത് എന്താ അറിയാമോ? നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിൽ ആകാം. ഇതാ അതിൻ്റെ നിബന്ധന. പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിലാകാം. എത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ണനാണ് ഇദ്ദേഹം. വേദോസം വായിക്കുന്നുണ്ട്. അനക്കാനുള്ള ആടരെ പോലെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അത് അപ്പോസ്തലപ്രവൃത്തി 8 നമുക്കറിയാം. ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ വായിക്കുന്നത് ഗ്രഹിക്കുന്നില്ല. ഒരുപാട് ജ്ഞാനമുണ്ട്. ഷണ്ണനാണ്, എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണനാണ്, വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. പക്ഷേ ബൈബിള് മനസ്സിലാകണമെങ്കിൽ ഉപദേശിമാർ വായിച്ചു തരണം, ഉപദേശിമാർ വ്യാഖ്യാനിച്ചു തരണം. ബൈബിള് മനസ്സിലാകണമെങ്കിൽ ഈ ലോകത്തിൻ്റെ ജ്ഞാനം കൊണ്ടോ ഈ ലോകത്തിൻ്റെ വലിയ ഈ ധനം കൊണ്ടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ ശ്രേഷ്ഠത കൊണ്ടോ ഇത് മനസ്സിലാകത്തില്ല. പരിശുദ്ധാത്മാവാൽ നിനക്ക് ലഭിക്കുന്ന അരുളപ്പാട് കൊണ്ട് ഇത് മനസ്സിലാകത്തുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ പോലും സ്നാനപ്പെടുന്നു, ആ നിലയിൽ മുൻപോട്ട് പോകുന്നു. ഇത് തന്നെയാണ് ഖദരമരത്തിനും സംബന്ധിക്കുന്നത്. നമ്മൾ ഓർക്കണം, ഖദരമരം അവിടെ വീഴുന്നു, എല്ലാം കഴിഞ്ഞ് രൂപാന്തരപ്പെട്ടു, ഇനി മുമ്പോട്ട് പോകണം. പക്ഷേ ഈ മരത്തിന് അന്നേരം പറയാൻ പറ്റുമോ? ഞാൻ എല്ലാം ശരിയായി, ഇനി ഞാൻ ഇവിടെ കിടന്നോളാം. ഇതാണ് വേറൊരു അപകടം. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവം വചനമാകുന്ന വാളുകൊണ്ട് നിനക്ക് വെട്ടേറ്റു, നീ എന്ത് വേണമെന്നൊക്കെ ചോദിച്ചു, സ്നാനപ്പെട്ടു, ഇനി ഞാൻ ഈ കൂട്ടത്തിലങ്ങ് ആരാധിച്ചോളാം. ഇല്ല, നീ ആലയത്തിൽ ചെല്ലേണ്ട ആലയത്തിൽ ചെല്ലണം. സ്വർഗീയമായ ആലയത്തിൽ നീ വരണം. ഇന്ന് അനേക പ്രിയപ്പെട്ടവരും ഈ നിലയിലാണ് പോകുന്നത്. ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പക്ഷേ ഈ പാരമ്പര്യം വിട്ട്, ഞാൻ എൻ്റെ ഈ കൂട്ടം വിട്ട്, ഈ കതിരമരത്തിന് പറയാൻ മറന്നല്ലോ, ഇത്രയും നാൾ എൻ്റെ ചുറ്റുപാടുള്ള മരമൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ ഈ കൂട്ടത്തിലെല്ലാം കിടന്നോളാം. ഇല്ല, നിനക്ക് നീ അവിടെ വീണ്ടും ജനിച്ചു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, വീണ്ടും ജനിച്ചവനാണ്, എല്ലാം ശരിയാണ്. പക്ഷെ നീ അവിടെ അല്ല വളരേണ്ടത്. നിനക്ക് വളരണമെങ്കിൽ നീ സ്വർഗീയ ആലയത്തിൽ വരണം. അവിടെ കിടന്ന് വളരാൻ പറ്റത്തില്ല. നമുക്കറിയാമല്ലോ, ഹോസ്പിറ്റലിലാണല്ലോ കുഞ്ഞ് ജനിക്കുന്നത്. ഒരു സഹോദരി ഹോസ്പിറ്റലിൽ ചെന്ന് കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞതിന് ശേഷം ആ കുഞ്ഞ് പറയാ, ഞാൻ ജനിച്ചു, ഞാൻ ഇവിടെ അങ്ങ് വളർന്നോളാം. ഇല്ല, വളരണമെങ്കിൽ അവരുടെ വീട്ടിൽ വരണം. ജനിക്കാനാണ് ഹോസ്പിറ്റല്. ഹല്ലേലൂയ. ജനിച്ചു കഴിഞ്ഞു, ഞാനിവിടെ ജനിച്ചു, ഇനി ഞാൻ ആശുപത്രി വളർന്നോളാം. എന്ത് സംഭവിക്കും? ഇല്ല, നീ വളരണമെങ്കിൽ നിന്റെ മാതാവും പിതാവും ആ പാർക്കുന്ന ഭവനത്തിൽ വന്ന് അവരുടെ പരിരക്ഷണയിലാണ് നീ വളരേണ്ടത്. ഹോസ്പിറ്റലിൽ ജനിച്ചു വളർന്ന ഹോസ്പിറ്റലല്ല സഹോദര നീ വളരേണ്ടത്. നീ വളരണമെങ്കിൽ നീ സ്വർഗീയമായ ഭവനത്തിലെത്തണം. വിശുദ്ധന്മാരോടുകൂടി നാം ഒന്നിച്ചവന്റെ നാമത്തെ ഉയർത്തുക എന്നുള്ള നിലയിൽ ആരാധന ആലയത്തിൽ വന്ന് വേണം നിനക്ക് ആ വചനമാകുന്ന പാല് കുടിച്ച് വളരുവാനിടയാകേണ്ട. ആ നിലയിൽ മാത്രമേ നിനക്ക് മുൻപോട്ട് പോകുവാൻ സാധ്യമാകുകയുള്ളൂ
എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പം നമ്മൾ ഓർക്കണം, നമ്മൾ എവിടെയായിരുന്നു, ഇപ്പോൾ നമ്മൾ എവിടെയായിരിക്കുന്നു, ഇതിനുള്ള മുഖാന്തരം എന്താണ്. ആ നിലയിൽ നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് ഒരു യോഗ്യതയുമില്ല, ഒന്നും നമുക്ക് പുകഴാനില്ല. ആ നിലയിൽ ഞാനിവിടെ നിർത്തുകയാണ്. നമ്മൾ ഓർക്കണം, നമ്മൾ ഈ കതിരമരം പോലെ കാട്ടിൻ്റെ അവസ്ഥയിലായിരുന്നു, അന്ധകാരത്തിൻ്റെ കീഴിലായിരുന്നു. എന്നാൽ അവിടെ നമ്മളെ വെട്ടി വചനമാകുന്ന വാളാൽ നമ്മൾ വെട്ടേറ്റ് നിലത്ത് വീണ്, കർത്താവേ ഞാനിനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ആ നിലയിൽ ആ കതിരമരം എന്തുമാത്രം നിലയിൽ ആലയത്തിൽ വന്നു. ഇനി ആ പുറപ്പാട് പുസ്തകം തന്നെ ഞാൻ പെട്ടെന്ന് നിർത്താം. പുറപ്പാട് പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ മറ്റൊരു ഭാഗം കൂടെ പെട്ടെന്ന് ഞാൻ ചിന്തിച്ച് ഉടനെ അങ്ങ് നിർത്തുകയാണ്. 26-ാം അധ്യായത്തിൻ്റെ 15-ഉം 16-ഉം ആയിരിക്കുമ്പോൾ അവിടെ ഉണ്ടല്ലോ 17 വായിച്ചു. ഓരോ പലയ്ക്ക് ഒന്നോടൊന്ന് ചേർന്നിരിക്കുന്ന 2 കുടുംബം ഉണ്ടായിരിക്കണം. മാത്രം മതി, ഒന്നോടൊന്ന് ചേർന്നിരിക്കണം. ഐക്യത അവിടെയാണ്. നമ്മൾ കേട്ടല്ലോ, ഒന്നോടൊന്ന് ഈ പലക ചേർന്നിരിക്കണം, അതിൻ്റെ നടുവിലൊരു കുടുംബം ഉണ്ടായിരിക്കണം. ഐക്യതയില്ലാതെ ഇത് നടക്കില്ല. ഐക്യതയോടെ മാത്രമേ ഇങ്ങനെ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അത് എപ്പോഴും നമ്മളെപ്പോഴും മറക്കണം, ഐകമത്യത്തോടെ പ്രവർത്തിക്കണം. നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. ഇനി യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ എങ്ങനെ വന്ന് ഈ ഐക്യതയുടെ മാനദണ്ഡോടെ ഞാൻ ഉടനെ പറയാം. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിലേക്ക് നമ്മളൊന്ന് വന്നാൽ, യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയിൽ യേശുക്രിസ്തു കൈയിലുയർത്തി പ്രാർത്ഥിക്കുന്ന ഒരു അധ്യായമാണല്ലോ അത്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ, പിതാവേ ഞാൻ ഇവരിലും ഒന്നായിരിക്കുന്നത് പോലെ, അങ്ങനെ ഒരു വാക്യം നിങ്ങൾ കണ്ടായിരുന്നോ? 17-ാം അധ്യായത്തിൽ 20-ാം വാക്യമല്ലേ, 20-ാം വാക്യം, ഇവർക്ക് വേണ്ടി മാത്രം വിവാഹത്തെ ശുദ്ധീകരണമേ എന്ന് പറഞ്ഞാൽ, പിതാവേ നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നു നാം ആക്കണ്ടോ. 23 ഒന്ന് വായിച്ചേ. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെ സ്നേഹിക്കുന്നുവെന്നും ലോകം അറിവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ. ഇതാണ് ഇതിന്റെ മാനദണ്ഡം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എങ്ങനെ ഐക്യതപ്പെട്ടിരിക്കുന്നു, അതിൽ കുറഞ്ഞ ഒരു മാനദണ്ഡമില്ല. നമ്മൾ എപ്പോഴും ഓർക്കണം, പിതാവേ, ഇതാണ് ഐക്യതയുടെ ഏറ്റവും വലിയ നാണം. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിൽ, കേൾക്കണം, ഞാൻ അവരിൽ നീ എന്നിലും. ഇങ്ങനെയുള്ള ഐക്യതയാണ് ബൈബിൾ കൊടുക്കുന്ന ഐക്യതയുടെ ഡെഫിനിഷൻ. അതിൻ്റെ നിർവചനം ബൈബിൾ അവിടെയാണ് കൊടുക്കുന്നത്. ഇതിൽ കുറഞ്ഞ ഒരു ഐക്യത ഇല്ല. ആ നിലയിൽ ഐകമത്യത്തോടെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ, കാരണം ഐക്യതയില്ലായ്മയാണ് ഇന്നത്തെ ആത്മീയ ലോകത്തിലെ ഒരുപാട് പരാജയത്തിന് കാരണം. പരസ്പരം താങ്ങാൻ കഴിയുന്നില്ല. കർത്താദാസൻ പറഞ്ഞതുപോലെ ഐക്യതയോടും സ്നേഹത്തോടും നമ്മൾ ഒരുമിച്ച് മുന്നേറിയാൽ നമ്മൾ ഒരുമിച്ച് സമ്മേളിക്കുന്ന ഒരു സമ്മേളനമുണ്ട്. ആ നിലയിൽ നമ്മൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വിവിധ കാട്ടുകളിലൊക്കെ കടന്ന് കതിരമരം പോലെ എത്രയോ ആർക്കും വേണ്ടാത്തവനായി നമ്മളെവിടൊക്കെ കടന്നു വരുന്നതായിരുന്നു. വചനമാകുന്ന വാളുകൊണ്ട് നമ്മളെ വെട്ടി നിലത്ത് വീണ് കർത്താവായി നേറ്റു പറഞ്ഞുകൊണ്ട് അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് വിശുദ്ധ ആരാധന ആലയത്തിൽ വന്ന് ആരാധിച്ച് ഐക്യതയോടെ ആരാധിക്കുമ്പോൾ അവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം നിനക്ക് അനുഭവിപ്പാനിടയാകുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് പാടാൻ ഒരൊറ്റ പാട്ടേ ഉള്ളൂ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിൽ എന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ. അങ്ങേ സ്നേഹിക്കുവാൻ, അങ്ങേ സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ. അങ്ങേ സ്നേഹിക്കുവാൻ, അങ്ങേ സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ. കൃപയാൽ 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 കൃപയൊന്നു മാത്രം യേശുവേ. കൃപയാൽ 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 കൃപയൊന്നു മാത്രം യേശുവേ. ഓ എന്നെ തിരഞ്ഞെടുപ്പാൻ,
യേശുവേ എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തോ നീ കണ്ടേശുവേ ഓരോ യോഗ്യതയും പറയാനില്ലയേ കൃപയൊന്നു മാത്രം യേശുവേ ഓരോ യോഗ്യതയും പറയാനില്ലയേ കൃപയൊന്നു മാത്രം യേശുവേ ഓരോ യോഗ്യതയും പറയാനില്ലയേ കൃപയൊന്നു മാത്രം യേശുവേ സന്തോഷത്തോടെ കരങ്ങൾ ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹീതമായ ഒരു ദിവസം തന്നല്ലോ, എനിക്കിങ്ങനെ വരുവാനിടയായി ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഞാൻ ഇന്നലെ തിരുവല്ലായിൽ ഒരു കടയിൽ നിൽക്കുകയായിരുന്നു. തിരുവല്ലായിൽ അന്നേരം ഒരു സഹോദരി വന്ന് എന്നോട് ചോദിച്ചു, തോമസ് കുട്ടി എന്ന് ആണോ പേര്? അതെ, ഞാൻ പാസ്റ്റർ റോയ് ഹെൻറിയുടെ യൂട്യൂബിൽ കയറുന്ന ഒരു സഹോദരിയാണ്. എന്നെ ആ തിരുവല്ലായി കടയിൽ കണ്ടപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. അമേരിക്കയിൽ നിന്ന് ഞാനിവിടെ വന്നപ്പോൾ അദ്ദേഹം അവരറിയുന്നില്ല. ഞാൻ അവിടെ നിന്നപ്പോൾ തിരുവല്ലായി കടയിൽ നിന്ന് വന്നിട്ട് എന്നോട് ചോദിച്ചു തോമസ് കുട്ടി എന്നാണ് എന്നിട്ട് ആ സഹോദരി ഒത്തിരി ഭാരത്തിലൂടെ കടന്നു പോകുന്നതാണ്. അവരുടെ ഒരു സഹോദരന്, എനിക്ക് തോന്നുന്നു നേരത്തെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ള സഹോദരന് ഒത്തിരി പ്രായമായി വിവാഹം നടക്കുന്നില്ല. ആ പ്രിയപ്പെട്ട സഹോദരിയുടെ ഭർത്താവ്, അദ്ദേഹത്തിൻ്റെ പേര് ബിനു എന്നാണ്, സഹോദരൻ്റെ പേര് സാം ജോർജ് എന്നാണ്. പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഞാൻ ഈ സെഷൻ നിർത്തുകയാണ്. നമുക്ക് എല്ലാവർക്കും തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സകലത്തെയും സൃഷ്ടിച്ച ദൈവത്തെ ഞങ്ങൾക്ക് അപ്പച്ച എന്ന് വിളിക്കുവാൻ ഞങ്ങളെ കാലാകാലങ്ങളായി വിളിച്ചു വേർതിരിച്ചല്ലോ. ഇപ്രകാരം ഈ ആരാധനാലയത്തിൽ ഒന്ന് വരുവാൻ, എൻ്റെ വാത്സല്യ കർത്താവേ മക്കളെ കാണുവാൻ, എൻ്റെ സഹോദരങ്ങളെ കാണുവാൻ, എൻ്റെ കുടുംബാംഗങ്ങളെ ഒന്ന് കാണുവാൻ എൻ്റെ ദൈവം ഒരവസരം തന്നല്ലോ. കർത്താവേ, ഞങ്ങളുടെ പാസ്റ്റർ റോയ് ഹെൻറിയെ കുടുംബമായിട്ട് ഏൽപ്പിക്കുന്നു. അഭിഷക്ത കർത്തൃദാസ കൃപയെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ വാത്സല്യ മകൻ ജോനതനെ, വാത്സല്യ മകൾ ഐഞ്ചലിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന അനേക ദൈവദാസന്മാരുണ്ടല്ലോ. ഇന്ന് കർത്താവേ ജോബിൻ ജോൺസനെ കാണുവാനും ഇടയായല്ലോ. എനിക്ക് കർത്താവേ, ഈ മീറ്റിംഗിലേക്ക് മൈലുകൾ സഞ്ചരിച്ച് കാലാവസ്ഥയുടെ പ്രതികയിലും ഉണ്ടായിരുന്നെങ്കിലും അനേകം മൈലുകൾ സഞ്ചരിച്ച് കുടുംബത്തിലെ എല്ലാം മാറ്റിവെച്ചിട്ട് കടന്നു വന്ന വാത്സല്യ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഓരോ പ്രിയപ്പെട്ടവരുടെയും ആവശ്യം അറിഞ്ഞ് ദൈവം സഹായിക്കണമേ. ഏതെല്ലാം നിലകളിൽ അവർ കടന്നു പോകുന്ന എൻ്റെ ദൈവം അറിയുന്നുണ്ട്. ഈ വരും ദിവസങ്ങളിൽ വലിയ വിടുതൽ ഓരോ വ്യക്തി ജീവിതങ്ങളും അനുഭവിക്കുവാൻ, യേശുവിൻ്റെ നാമത്തിലുള്ള അത്ഭുത രോഗസൗഖ്യമുണ്ടാകുവാൻ, വിടുതൽ ലഭിക്കുവാൻ, ഏത് ഭാരമായാലും ഏത് പ്രയാസമായാലും എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ കടക്കം. അവൻ എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. ഞാൻ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുമെന്നുള്ള ആ ഉറപ്പോടെ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ ദൈവജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇതുവരെ കർത്താവ് ഞങ്ങളെ കൊണ്ടുവന്നു, ഇതുവരെ ഞങ്ങളെ സഹായിച്ചു. CRM മിനിസ്ട്രിയെ, CRM ചർച്ചിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ കൂടെയുണ്ട്. ആയതിനാൽ അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും എന്ന് ഞങ്ങൾ വായിക്കുന്നത് പോലെ ഈ പണിയെ തകർക്കുവാൻ ഒരു പൈശാചിക ശക്തിക്കും കഴിയുകയില്ല. ദുഷ്ടപോരിനെ, പൈശാചിക ബന്ധനത്തെ, മന്ത്രവാദ ശക്തിയെ, ആഭിചാര ശക്തിയെ, വിഗ്രഹാരാധനയുടെ പ്രവർത്തനത്തെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഇന്ന് ശാസിക്കുന്നു. ദുഷ്ടപോരിന്റെ മേൽ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുന്നു. എന്റെ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇന്നും ഇരിക്കുന്നു. അവൻ സിംഹാസനത്തിലുള്ളതിനാൽ ഞങ്ങളുടെ കർത്താവ് ഞങ്ങളോട് കൂടെ ഉണ്ടല്ലോ. ആയതിനാൽ സകല നിലയിലും ഒരനുഗ്രഹ വിഷയമായി
ഈ ചർച്ച് മാറ്റപ്പെടുവാൻ, അനേക ആയിരങ്ങൾക്ക് ഇത് ആശ്വാസമായിരിക്കാൻ, ഇവിടെ ഈ പ്രദേശത്തിൽ ഒരു അത്ഭുത വിഷയമായിരിക്കാൻ, ഹല്ലേലൂയ, എന്റെ ദൈവത്തിന്റെ കരം വെളിപ്പെട്ട് അവിടുന്ന് സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇനി ഞങ്ങൾക്ക് അല്പകാലം മാത്രമേ ഞങ്ങളുടെ മുൻപിലുള്ളൂ. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്ത് യേശുവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി എരിഞ്ഞു ശോഭിക്കുന്ന വിളക്കുകളോ ഈ പ്രദേശത്തായിരിക്കാൻ എല്ലാവരെയും ഓർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പിതാവേ, ഇങ്ങനെ ഒരുമിച്ച് ഒരു സാവകാശം തന്നല്ലോ. എന്റെ ദൈവം എത്ര നല്ലവൻ, എന്റെ കർത്താവ് എത്രയോ വിശ്വസ്തൻ. ഒരുമിച്ച് വന്ന കൂട്ടായ്മയ്ക്കായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇനിയും ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ചാരാധിപ്പാൻ, എല്ലാറ്റിലും ഉപരി സ്വർഗീയ നിത്യതയുടെ കാഴ്ചപ്പാടിൽ ഞങ്ങൾ ഓരോരുത്തരും വിലയിരുത്തുവാൻ, എന്തെല്ലാം വന്നാലും ദൈവത്തിൽ ചാരുവാൻ, ഖദിരമരമായിട്ടായിരുന്നു ഞങ്ങളെ വെട്ടിയെടുത്ത് ഈ ആലയത്തിലേക്ക് കൊണ്ടുവന്ന് ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുവാൻ, ഒന്നോടൊന്ന് ചേർന്നിരിക്കുവാൻ, ഐക്യതയോടെ പ്രവർത്തിക്കുവാൻ, ഒത്തൊരുമിച്ച് വസിച്ചുകൊണ്ട് എല്ലാവരും സ്വർഗീയ നിത്യതയിൽ കാണപ്പെടുവാൻ കൃപ ചെയ്താട്ട്. സകല അനുഗ്രഹങ്ങൾക്ക് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്റെ ദൈവമേ, സകല മാനവും സകല മഹത്വം അങ്ങയ്ക്ക് നൽകുന്നു. യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കരുണ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ദൈവത്തിന്